വളരെ വിലപിടിപ്പുള്ള ഓരോരോ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നത് കാണുന്നുണ്ട്. ശിഷ്യം പറയാം, ലോക മനുഷ്യരിങ്ങനെ നോക്കുമ്പോ വിലപിടിപ്പുള്ള സാധനം നമ്മൾ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഇതിന് വില കിട്ടുമല്ലോ. സ്ഥലം വാങ്ങിക്കുന്ന ആളുകൾ ഒന്ന് വാങ്ങിച്ചു വെക്കുക, 2 വർഷം കഴിയുമ്പോൾ വില ഇരട്ടിയാകുമല്ലോ. കിടക്കട്ടെ, ഗോൾഡ് വാങ്ങിച്ചു വെക്കുന്നവർ, ജ്വൽസ്, ഓർണമെന്റ്സ്, ഡയമണ്ട്സ്, വിലപിടിപ്പുള്ളത്, വിലപിടിപ്പുള്ള ഓരോന്നോരോന്ന് വാങ്ങി വെക്കാൻ തോന്നുന്നുണ്ടല്ലേ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഭരണങ്ങൾ അങ്ങനെയാണ്, ഒരുപാട് വാങ്ങിച്ചു വെക്കാനുള്ള ആഗ്രഹം തോന്നും. ആയിക്കോട്ടെ, അതൊന്നും കുഴപ്പമില്ല, അള്ളാഹു നിങ്ങൾക്ക് ഹലാലാക്കിയതാക്കിക്കോട്ടെ. ഹത്തീമുൽ അസ്മ പറയണേ, 33 കൊല്ലം കൊണ്ട് പഠിച്ച 3ാമത്തെ മസ്അല. ഞാനിങ്ങനെ നോക്കുമ്പോ എല്ലാവരും ഓരോരുത്തരും വിലപിടിപ്പുള്ളത് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. വളരെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ചിലത് ബാങ്ക് ലോക്കറുകളിലാണ്, ചിലത് വീടിന്റെ ഉള്ളിൽ ആരും കാണാത്തിടത്ത് സൂക്ഷിച്ചു വെച്ചത്. നിധി പോലെ സൂക്ഷിച്ചു വെക്കുന്ന സാധനങ്ങൾ. ഞാനിങ്ങനെ ആലോചിച്ചു, ഞാൻ എന്താണ് സൂക്ഷിച്ചു വെക്കേണ്ടത്? പിന്നെയാണ് പരിശുദ്ധ ഖുർആനിലെ അല്ലാഹുവിന്റെ വചനം ഞാൻ കാണുന്നത്. മാ ഇൻദകും യൻഫദു വമാ ഇൻദല്ലാഹി ബാഖ്. മാ ഇൻദകും യൻഫദു, നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ തീർന്നു പോകും. നിങ്ങളുടെ കയ്യിൽ തീർന്നു പോകും. നിങ്ങൾ മരിച്ചാലെങ്കിലും ആളുകൾ എടുത്തു പോകും, അല്ലേ? നിങ്ങളുടെ വറസത്ത്, നിങ്ങളുടെ അനന്തരാവകാശികൾ അതെടുത്തു പോകും. മാ ഇൻദകും യൻഫദ്, പക്ഷേ വമാ ഇൻദല്ലാഹി ബാഖ്. അല്ലാഹുവിന്റെ അരികത്ത് എന്താണോ ഉള്ളത്, അല്ലാഹുവിന്റെ കയ്യിലുള്ളത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോവില്ലല്ലോ. ഫകുല്ലമാ വഖഅ മഈ ശൈഉൻ ലഹു ഖീമത്തുൻ വമിഖ്ദാർ വജ്ജഹതുഹു ലില്ലാഹ് ലിയബ്ഖാ ഇൻദഹു മഹ്ഫൂളാ. അങ്ങനെ ഞാനൊരു ആയത്ത് കണ്ടപ്പോ എന്താണ്, നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ തീർന്നു പോകും, എല്ലാം. മാ ഇൻദകും യൻഫദു വമാ ഇൻദല്ലാഹി ബാഖ്. നമ്മുടെ കയ്യിലൊക്കെ തീരും, അല്ലാഹുവിന്റെ അടുത്തുള്ളതേ ബാക്കിയാകൂ എന്ന് ഞാൻ കണ്ടപ്പോൾ ഏതൊരു വിലപിടിപ്പുള്ള സാധനം എനിക്ക് ലഭിച്ചാലും ഞാനത് അല്ലാഹുവിന്റെ വഴിയിലേക്ക് നീക്കി കൊടുക്കുകയായി. അല്ലാഹുവിന്റെ പോകട്ടെ, എന്റെ വക ഇത്ര അല്ലാഹുവിന്റെ പള്ളിക്ക്, ഇത്ര അല്ലാഹുവിന്റെ ദീനിന്, ഇത്ര ഈ പരിപാടിക്ക്, ഇത്ര ഒരു വഅദിന്, അതിന്റെ ചെലവ് ഞാൻ ഏറ്റെടുക്കാം, എനിക്ക് അല്ലാഹു തന്നിട്ടുണ്ടല്ലോ. ഇങ്ങനെ എനിക്ക് എന്തെല്ലാം വിലപിടിപ്പുള്ളതുണ്ടോ അതൊക്കെ ഞാൻ അല്ലാഹുവിന്റെ വഴിയിലേക്ക് ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങി. എന്തിനാണെന്നറിയോ? നാളെ നഷ്ടപ്പെടാതിരിക്കാൻ. കുറെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങി, കുറെ സ്വതക്കകൾ, ദാനധർമ്മങ്ങൾ അല്ലാഹുവിന് വേണ്ടി ചെയ്യാൻ തുടങ്ങി. കാരണം നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ തീരും. ഈ ലോകത്തിന്റെ ചിത്രം തന്നെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. كمثل غيث أعجب الكفار نباته ثم يهيج فتراه مصفرا ثم يجعله حطاما. شد القرآن يعلم سورة الحديد. നിങ്ങളൊക്കെ അറിയണം, ചെറുപ്പക്കാരറിയണം, ചെറുപ്പക്കാരികൾ അറിയണം, പ്രായമുള്ളവർ അറിയണം, ആണുങ്ങളും പെണ്ണുങ്ങളും അറിഞ്ഞോളൂ. അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഇബുൻ വലഹുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുർ. 5 കാര്യങ്ങളാണ് നമ്മുടെ ഈ വേൾഡ്ലി എക്സ്പീരിയൻസ്, നമ്മൾ ഈ ലോകം അനുഭവിക്കുന്നത്. ദുനിയാവും ആലമും തമ്മിൽ വ്യത്യാസമുണ്ട്. ആലം അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. നമ്മുടെ കടലും ഈ തെങ്ങും ഈ വൃക്ഷങ്ങളും ആകാശവും മലകളും കുന്നുകളും പുഴകളും ഒക്കെ ആലമാണ്, അള്ളാഹിന്റെ ലോകമാണ്. അള്ളാഹുവിന്റെ അസ്തിത്വം വിളിച്ചറിയിക്കുന്ന സംഗതിയാണ്. ഇതിനൊരു സൃഷ്ടാവുണ്ടെന്ന് പറയുന്ന സംഗതിയാണ്. ദുനിയാവ് നമ്മൾ എങ്ങനെയാണ് ഈ ലോകം അനുഭവിക്കുന്നത്, അതിനാണ് ദുനിയാവ് എന്ന് പറയുന്നത്. നമ്മൾ പോയാൽ ദുനിയാവ് നിന്ന് പോയി, പക്ഷെ ആലം, ലോകം ഇവിടെ ബാക്കിയുണ്ട്. വ്യത്യാസമുണ്ട്. ദുനിയാവ് ദ എക്സ്പീരിയൻസ് ഓഫ് അവർ ലൈഫ്, നമ്മൾ എങ്ങനെ ഈ ജീവിതം അനുഭവിക്കുന്നു. ഈ ലോകത്തിന്റെ അനുഭവം 5 പരിശുദ്ധ ഖുർആൻ 5 എണ്ണമാണ്. ഒന്ന് ലൈബ്, കളിയാണ്, വലഹു എന്റർടൈൻമെന്റ്, വസീന ബ്യൂട്ടിഫിക്കേഷൻ, വതഫാഖുർ boasting, വതകാസുർ ഫിൽ അംവാലി വൽ ഔലാദ് കോമ്പറ്റീഷൻ. ഇതാണ് ലോകം എന്ന് പറഞ്ഞാൽ. നമ്മൾ വിചാരിക്കും ഇതിലൂടെ സന്തോഷം കിട്ടും. ഇതാണ് ഏറ്റവും വലിയ അത്ഭുതം.
ഖുർആൻ പറയുന്നു കിട്ടൂല. ഇതുകൊണ്ട് സന്തോഷം കിട്ടുമെന്ന് വിചാരിക്കും, പക്ഷെ നമുക്ക് കിട്ടൂല. ഏതുപോലെ മഴ പോലെ. ഗൈസ് എന്ന് അറബിയിൽ പറഞ്ഞാൽ മഴക്ക് ഒരുപാട് വാക്കുകളുള്ള ഒരു ഭാഷയാണ് അറബി ഭാഷ. മഴക്ക് ഒരുപാട് പേരുകൾ, പക്ഷെ മഴയാണെങ്കിലും അറബ് ലോകത്തിൽ പെയ്യൽ വളരെ വിരളം. പക്ഷെ മഴക്ക് എത്ര പേരുകളാണ്. ഗൈസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ പ്രൊപ്പോർഷനിൽ ഒരു ഭൂമിക്ക് എത്ര വെള്ളം ആവശ്യമുണ്ടോ കൃഷി ഉത്പാദിപ്പിക്കാൻ, ആ കൃത്യമായ അളവിൽ പെയ്യുന്ന മഴക്കാണ് ഗൈസ് എന്ന് പറയാം. കുത്തിച്ചൊരിയുന്ന മഴയാണെങ്കിൽ വാബിൽ എന്ന് പറയും, അല്ലേ? ഗൈസ് എന്ന് പറഞ്ഞാൽ മനോഹരമായ മഴ. ഫ്ലഡിങ് ആയില്ല, ഡ്രോട്ട് ആയില്ല, പക്ഷേ കൃഷിക്ക് ആവശ്യമായ വെള്ളം കിട്ടുകയും ചെയ്തു. അങ്ങനെ ഒരു മഴ പെയ്തു, കൃഷി മുളച്ചു. അതിങ്ങനെ കതിരുകളായി വരുമ്പോ കർഷകൻ വിചാരിച്ചു, വാവ്, വളരെ മനോഹരം, ഈ കതിരുകളൊക്കെ ഒന്ന് ഉണ്ടായി മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റ് നാളെ എനിക്ക് കാശാക്കാമല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴേക്കും അല്ലാഹു ചുടുകാറ്റടിച്ച് നശിപ്പിച്ച് മഞ്ഞയായി മാറുന്ന കൃഷിയിടത്തെ പോലെ. ആ മഞ്ഞയായ അത് പച്ചയായിരുന്നു. അത് മഞ്ഞയാവാനല്ല കർഷകൻ അധ്വാനിച്ചത്, പക്ഷേ അത് മഞ്ഞയായി പോയി. ഇനി അത് കാറ്റിലൂടെ പറക്കുകയാണ്. ഇതുപോലെയാണ് നിങ്ങളുടെ ലോകത്തിൽ ജീവിതത്തിന്റെ അനുഭവം എന്ന് പരിശുദ്ധ ഖുർആൻ. ഞാൻ ഒന്നുകൂടെ വിശദീകരിക്കട്ടെ, സമയത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് പറയാം. കളിയും എന്റർടൈൻമെന്റ്, അതുപോലെ തന്നെ സീന. ഒരു കുട്ടി ജനിക്കുന്നത് ഉടനെ കുട്ടിക്ക് ആവശ്യം കളിയാണ്, ടോയ്സ്. അതുകൊണ്ട് കുട്ടികൾക്ക് നമ്മൾ കളിപ്പാട്ടങ്ങൾ ഇഷ്ടം പോലെ മേടിച്ചു കൊടുക്കും, അല്ലേ? കളിക്കാനുള്ള സാധനങ്ങൾ. കുട്ടികളെ പാല് കൊടുത്ത് തൊട്ടിൽ കിടത്തിയാണ് കുട്ടികൾ ഉറങ്ങൂല. അവരൊന്ന് കളിപ്പിക്കണം, ഒന്ന് ഇക്കിളിപ്പെടുത്തണം, ഒന്ന് പൊക്കണം, ഒന്ന് അവരെ കൊണ്ട് കളിക്കണം, ഒന്ന് ആടി ഉലയണം. അവർക്ക് കളി ഇഷ്ടമാണ്, ലൈബ് ഇഷ്ടമാണ്. ഒരു 2 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്റർടൈൻമെന്റ് വേണം, അല്ലേ? ഡമ്മി മൊബൈലൊന്നും കൊടുത്താൽ ഇനി കുട്ടികൾ കളിക്കൂല, ഒറിജിനൽ മൊബൈൽ തന്നെ കൊടുക്കണം അവർക്ക് എന്റർടൈൻമെന്റ്, അല്ലേ? ഐപാഡുകളോ അതുപോലെ തന്നെ അവർക്ക് കളിക്കാൻ ടച്ച് സ്ക്രീൻ സംവിധാനങ്ങളൊക്കെ കൊടുത്ത് അവരെ എൻഗേജ് ചെയ്യണം. അവർക്ക് പിന്നെ ലഹ്വിലേക്ക് ആവശ്യമായി തുടങ്ങി. അത് സ്കൂൾ പ്രായത്തിൽ, സ്കൂൾ 4, 5, 6, 7 എത്തുന്നത് വരെ അവർക്ക് ലഹ്വ് വേണം, എന്റർടൈൻമെന്റ്. കളിക്കൂട്ടുകാരെ വേണം, എപ്പോഴും ബിസി ആയിരിക്കണം. ടിവിയോ അതുപോലെ നെറ്റ് സംവിധാനങ്ങളോ ഒന്നുമില്ലാത്തൊരു വീട്ടിലേക്ക് പിന്നെ വിരുന്നിന് പോലും മക്കൾ പോലും എന്തേ അവിടെ ബോറടിക്കുന്നു, എന്തേ അവരുടെ നത്തിങ് ടു കീപ് ദം ബിസി. ഇതാ വിഷയം. നമുക്ക് അവരെ എപ്പോഴും ബിസി ആയിരിക്കണമെന്ന് അവർക്കൊരു ആഗ്രഹം തോന്നി തുടങ്ങും. സുബ്ഹാനല്ലാഹ്. നമ്മൾ വിചാരിക്കുന്നു ഈ കളി കൊണ്ട് കുട്ടി ഇഷ്ടപ്പെടുന്നു. കുട്ടിക്ക് ഒരു ടോയ് നിങ്ങൾ മേടിച്ചു കൊടുത്തു, ആ ടോയ് വീട്ടിലേക്ക് എത്തി 4 ഏർ കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പിന്നെ അത് വേണ്ട. കുട്ടി പറയുന്നു വേറെ വേണം, ഇതെനിക്ക് വേണ്ട, ഇനി വേറെ. ഒരു ഗെയിം മേടിച്ചു കൊടുത്തു, ആ ഗെയിം കുട്ടി കണ്ടു. ഇപ്പൊ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത് കുട്ടികളുടെ ഏജിന്റെ എബവ് ലെവലിലുള്ള ഗെയിമുകളെ കുട്ടികൾക്ക് 8 വയസ്സുള്ള കുട്ടികൾക്ക് കളിക്കാനുള്ളത് 5 വയസ്സുള്ള കുട്ടിയപ്പോൾ കളിക്കുന്നത്. അതാ വിഷയം. 18 വയസ്സ് കളിക്കാനുള്ള ഗെയിം കളിക്കുന്നത് 10 വയസ്സുള്ള കുട്ടികൾ. അപ്പോഴേക്കും അവർ ബോറടിച്ചു, ഇനി ഇത് വേണം, എനിക്ക് വേറെ വേണം. ആദ്യം അവർ വിചാരിച്ചെന്താണെന്നറിയോ, ഈ ഗെയിം കിട്ടിയാൽ മതി, ഞാൻ ശരിക്കും പഠിച്ച് ജയിച്ച് നല്ല കുട്ടിയായിക്കോളാം. നമ്മ മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുട്ടി പറയും എനിക്കിത് വേണ്ട, ഇത് രസമല്ല. നമ്മൾ വിചാരിച്ചു ഇതുകൊണ്ട് രസം കിട്ടുന്നില്ല. ആർഭാടം, ബ്യൂട്ടിഫിക്കേഷൻ. അതുകൊണ്ടാണ് ഹൈസ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ കണ്ണാടിക്ക് മുമ്പിൽ കുറെ നേരം ചെലവഴിക്കുന്നത്. കുട്ടികളും തുടങ്ങും ആ നേരത്തെ. 10ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ ഞാൻ ഇപ്പൊ ചൊർക്കുണ്ടോ, എന്നെപ്പോ കാണാൻ തിരക്കേടുണ്ടോ, അവന്റെ ട്രൗസറും അവന്റെ ഇൻചെയ്തും അവന്റെ ഷൂവും അവന്റെ ടൈയും അവന്റെ ബെൽറ്റും ഇതൊക്കെ ബ്രാൻഡഡ് സാധനങ്ങൾ തന്നെയാണോ എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങുന്ന സമയമാണിത്. അഡോളസൻസിലേക്ക് കടക്കുമ്പോൾ പിന്നെ ആർഭാടത്തെ കുറിച്ചുള്ള ചിന്തയായി, ഭംഗി വേണമെന്നായി. അതിനു മുമ്പ് നമ്മൾ നോക്കിയിട്ടില്ല, നമ്മുടെ സോക്സ് 2 മാച്ച് ചെയ്യുന്നുണ്ടോ, ഷൂ മാച്ച് ചെയ്തിട്ടുണ്ടോ നോക്കിയിട്ടില്ല. പക്ഷെ ഇനി അതൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങുകയാണ്. ഭംഗിയുള്ള വേണം, ഭംഗിയുള്ളത് വേണം. വീടിന്റെ ഭംഗിയില്ലെങ്കിൽ ഒരു സുഹൃത്തിനെയും ആ കുട്ടി വീട്ടിലേക്ക് വിളിക്കൂല, അല്ലേ? വാപ്പാന്റെ കാറ് പഴയ മാരുതി 800 ആണെങ്കിൽ വാപ്പ സ്കൂളിന്റെ മുമ്പിൽ എന്നെ ഡ്രോപ്പ് ചെയ്യല്ലേ, നിങ്ങൾ മാണിക്കത്ത് ഡ്രോപ്പ് ചെയ്ത് ഞാൻ ബാക്കി നടന്നോളാം, എന്നാലും കുഴപ്പമില്ല, നിങ്ങളുടെ ഈ പഴയ കാറൊന്നും എന്റെ കൂട്ടുകാർ കണ്ടുപോകണ്ട. കുട്ടിക്ക് സൗന്ദര്യബോധം തോന്നി തുടങ്ങിയതാണ്. സീന. പിന്നെ പറഞ്ഞു നിങ്ങൾക്ക് ബോസ്റ്റിംഗ് വരും. ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ് ഏത് കോളേജിലാണ് പഠിക്കുന്നത്? ഞാൻ അണ്ണാമല. എന്ത് അണ്ണാമലയുടെ? ഞാൻ പോകുന്നത് എവിടെ? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്കാണ്. ഞാൻ പഠിക്കുന്നത് ലണ്ടനിലാണ്, ഞാൻ പഠിക്കുന്നത് ജോഹന്നസ്ബർഗിലാണ്, ഞാൻ പഠിക്കുന്നത് ന്യൂയോർക്കിലാണ്. നീ
നീ കാസർഗോഡ് പഠിക്കുക, ഞാൻ പഠിക്കുന്നത് അങ്ങ് ടൊറാന്റോയിലാണ് എക്സാമ്പിൾ. ഇങ്ങനെ പഠിക്കുന്ന സ്ഥാപനത്തെ കുറിച്ചുള്ള അഭിമാനം തുടങ്ങി. ജോലി ചെയ്യുന്ന സ്ഥാപനം ഞാൻ ജോലി ചെയ്യുന്നത് ഏതോ വലിയ സ്ഥാപനത്തിനാണെന്ന തോന്നലുകൾ, പോസ്റ്റിംഗ്, അതിനെ സംബന്ധിച്ചുള്ള പെരുമ പറച്ചിൽ. എന്റെ ഭർത്താവിന് അതുണ്ടെന്ന് പെണ്ണ് പറയുന്നത്, എന്റെ കുടുംബത്തിന് ഇത്രയുണ്ടെന്ന് പെണ്ണ് അഭിമാനിക്കുന്നത്, ഇതൊക്കെ പോസ്റ്റിംഗ് ആണ്. അത് കഴിഞ്ഞ് പിന്നെ കല്യാണം കഴിക്കണം. ചെറുപ്പക്കാർ ആദ്യം പറയും ഞാൻ കല്യാണം കഴിക്കൂലേ, കുറച്ച് ശരി മോനെ നീ പറഞ്ഞ പോലെ തന്നെ ആവ്, ഒന്ന് വെച്ച് ചെയ്ത് അവരെന്നെ പറയും കല്യാണമൊക്കെ ആവാം. കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചാലും ശരി നിങ്ങളെ പോലെ ആ പിറ്റത്തെ കൊല്ലം തന്നെ കുട്ടിയതൊന്നും എനിക്ക് വേണ്ടേ, അതൊക്കെ പറയും. കുറച്ച് കഴിഞ്ഞാൽ അവനും തോന്നി തുടങ്ങും ഒരു കുഞ്ഞില്ലാതെ എന്ത്, ഞങ്ങൾ രണ്ടുപേരും പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു, ഇനി ഒരു കുഞ്ഞു വേണ്ടേ, ഒന്ന് എൻഗേജ് ചെയ്യാൻ. കുഞ്ഞായി തുടങ്ങി. കുട്ടിയായി കഴിഞ്ഞാൽ ഒരു ഉമ്മയുടെ ചിന്ത പിന്നെ കുട്ടിയാണ്. ഗർഭത്തിലായിരിക്കുമ്പോ പടച്ചോനെ ഈ കുട്ടിയാണോ പെണ്ണോ എന്തായാലും കുഴപ്പമില്ല റബ്ബേ, നല്ല ഒരു കൈകാലുകൾക്കൊന്നും ഒരു കുഴപ്പമില്ലാതെ കണ്ണും കാഴ്ചയും ബുദ്ധിയൊക്കെ ഉള്ള ഒരു നല്ല സൃഷ്ടിപ്പുള്ള കുട്ടിയായാൽ മതി പടച്ചോനെ, നിറവ് എനിക്ക് കുഴപ്പമില്ല എന്നാ പറയാ. പ്രസവിച്ചു കഴിഞ്ഞാൽ കുറച്ച് നിറക്കാമായിരുന്നല്ലേ. പിന്നെ ആലോചിച്ചു തുടങ്ങും പടച്ചോനെ അതൊരു ആൺകുട്ടിയാണെങ്കിലും ഒരു പെൺകുട്ടിയാണെങ്കിലും പിന്നെ ആ ചോയ്സ് വരാ. അതിനും അതൊന്നുമില്ല, കുഞ്ഞാണ്. പിന്നെ ആകെ പ്രശ്നം പിന്നെ കുഞ്ഞാണ്. പിന്നെ കുഞ്ഞിനെ കുറിച്ചുള്ള ചിന്തയാണ്. വാപ്പക്ക് ഏത് സ്കൂളിൽ അവനെ പഠിപ്പിക്കണം, എങ്ങനെ കൊണ്ടു നടക്കണം, എന്ത് വാങ്ങിച്ചു കൊടുക്കണം, നാളത്തെ സ്കൂളിലേക്ക് പോകാനുള്ള സംഗതി റെഡിയാണ്, അവന്റെ സോക്സ്, അവന്റെ ഷൂ, അവന്റെ ബാഗ്, അവന്റെ സ്കൂൾ ഫീസ്, മക്കളെ കുറിച്ചുള്ള ചിന്തയാണ്. അപ്പൊ നിലനിൽപ്പിന് പിന്നെ വരുമാനങ്ങൾ വേണം. സ്റ്റെബിലിറ്റിയെ കുറിച്ചുള്ള ചിന്തയായി തുടങ്ങി. ദുനിയാവ് ഇങ്ങനെയാണ്. നിങ്ങൾ വിചാരിച്ചു ഇതുകൊണ്ടൊക്കെ സന്തോഷം കിട്ടുമെന്ന്, സന്തോഷം കിട്ടുകയില്ല. ഇത് വഞ്ചിക്കുന്ന സ്ഥലമാണ്. എങ്ങനെയെന്നറിയോ, കുട്ടി നേരത്തെ ഗെയിം കിട്ടിയപ്പോ പറഞ്ഞില്ലേ, ടോയ് കിട്ടിയപ്പോ എനിക്ക് ഇത് മതി വാപ്പ, എനിക്ക് വേറെ ഒന്നും വേണ്ട, ശരി മേടിച്ചു കൊടുത്തു. 2 ദിവസം കൊണ്ട് അടിച്ചു പൊളിച്ച് തകർത്തു അവൻ. ഗെയിം ഇനി അവന് വേണ്ട. മനോഹരമായൊരു വാഹനം, നമ്മൾ വാഹനങ്ങൾ ഇഷ്ടം പോലെ റോഡിലൂടെ ഓടുന്നത് ലൈവ് കണ്ടുകൊണ്ടിരിക്കുക അല്ലേ. ഒരു വാഹനം ഓടിക്കുന്നവൻ അത് മേടിച്ച് അത് വാങ്ങിച്ച ആള് ചിന്തിക്കുന്നുണ്ട്, എനിക്ക് ഈ വാഹനം, ഈ ബ്രാൻഡ്, ഐ ലവ് ഇറ്റ്. ശരി വാങ്ങിച്ചു. പിറ്റേത്തെ വർഷം നെക്സ്റ്റ് മോഡൽ വന്നു, പുതിയ മോഡൽ റോഡിലേക്ക് ഇറങ്ങി. പടച്ചോൻ എന്റെ വണ്ടി പഴയ പുതിയ ഇറങ്ങിയിട്ട് അത്ര രസമില്ലല്ലോ. അവന്റെ വാഹനം പിന്നെ കണ്ണിൽ മഞ്ഞയാണ്. മനോഹരമായ വീട് വെച്ച് ഒരുപാട് ആളുകളെ വീട് സൽക്കാരത്തിലേക്ക് വിളിച്ചു, ഹൗസ് വാമിങ്ങിന് വിളിച്ചു, നമ്മളെ ടോയ്ലറ്റ് അടക്കം എല്ലാം കാണിച്ചു കൊടുത്തു, സന്തോഷപ്പെടുത്തി. തൊട്ടരികത്ത് മറ്റൊരു വലിയ വീട് വന്നു. അപ്പോഴേക്കും ഇവന്റെ വീട് പിന്നെ മഞ്ഞയാണ്. ഇത് എന്തോ വലിയ സാധനം ഞാൻ വിചാരിച്ചു, ഇതിലും വലുതെന്റെ അയൽപക്കത്ത് വന്നല്ലോ. ഇവൻ വിചാരിച്ചു എനിക്കൊരു വീടെന്ന സ്വപ്നമേ ഉള്ളൂ ഉസ്താദ്, അതൊന്ന് പൂർത്തിയാവാൻ ദുആരക്കണം. അൽഹംദുലില്ലാഹ് അവന്റെ വീടൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. പക്ഷേ അവൻ വിചാരിച്ചു ഇതുകൊണ്ട് സന്തോഷം കിട്ടുമെന്ന്, കിട്ടിയിട്ടില്ല. തൊട്ടരികത്ത് മറ്റൊരാൾ അതിലും വലുത് കൊണ്ടുവച്ചു. ചിലർ പറഞ്ഞു എനിക്ക് ഇന്നവളെ തന്നെ ഞാൻ കല്യാണം കഴിക്കൂ എന്ന് ശാഠ്യം പിടിച്ച ചെറുപ്പക്കാർ പ്രേമൊക്കെ തലക്കടിച്ചിട്ട് കയറിയിട്ട് ഓടിയിട്ടും ചാടിയിട്ടും ഒക്കെ കല്യാണം കഴിഞ്ഞു. ഇതിനായിരുന്നപ്പോ ഞാൻ ഈ ഓട്ടൊക്കെ ഓടിച്ചത്. കല്യാണം കഴിഞ്ഞ ഹണിമൂണ് പോകുമ്പോ ബേക്കൽ കോട്ടയിലോ എവിടെയെങ്കിലും ഒന്ന് കാലിടറി വീഴുമ്പോഴേക്കും തന്റെ പുതുനാരിപ്പള്ളിന്റെ കൈ പിടിച്ച് നീ വീണോ, കാലിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അതേ പെണ്ണ് 2 കുഞ്ഞിനെയും കൊണ്ട് നടക്കുന്ന നേരത്ത് അങ്ങാടിയിൽ നിന്ന് കാലിടറി വീണാൽ വേഗം എഴുന്നേറ്റ് നടന്നിട്ടോ, ആൾക്കാരല്ലേ നിന്നെ പൊക്കാനെന്ന് എന്നെ കൊണ്ട് പറ്റൂലേ എന്ന് ചിന്തിക്കുന്ന പരുവത്തിലേക്ക് നിങ്ങൾ മാറിക്കഴിഞ്ഞു. നിങ്ങൾ വിചാരിച്ചു ഇത് തന്നെയാണ് സന്തോഷമെന്ന്. അല്ലല്ലല്ല. നിങ്ങൾ വിചാരിക്കുന്ന ഇതുകൊണ്ടൊക്കെ ഭയങ്കര സന്തോഷം ഉണ്ടാവുന്നില്ല. നിങ്ങളെ സന്തോഷിപ്പിക്കുന്നത് അല്ലാഹുവിന് വേണ്ടി എന്താണോ നിങ്ങൾ മാറ്റിവെക്കുന്നത്, നിങ്ങളുടെ പ്രാർത്ഥനകൾ, മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ദുആകൾ, നിങ്ങളുടെ കർമ്മങ്ങൾ അല്ലാഹുവിന് വേണ്ടി, കൈയും കാലും തലയും അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ചു കൊടുക്കുന്ന സുജൂദുകൾ, ഇതിനേക്കാളൊന്നും മധുരമുള്ള മറ്റൊന്ന് ലോകത്തില്ലെന്ന് വിശുദ്ധ ഖുർആൻ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയത്തിന് സമാധാനം കിട്ടുന്നത് ആർഭാടങ്ങളെ കൊണ്ടല്ല, ഗെയിം കൊണ്ടല്ല, കളി കൊണ്ടല്ല, മറ്റൊന്നുകൊണ്ടുമല്ല. പിന്നെ അല്ലാഹുവിന്റെ സ്മരണ കൊണ്ടാണ്. അങ്ങനെയാണെന്ന് കണ്ടപ്പോ അല്ലാഹുവേ എന്റെ എല്ലാ വിലപിടിപ്പുള്ളതും നിന്റെ വഴിയിലേക്ക് ഞാൻ ചെലവഴിക്കാൻ തീരുമാനിച്ചുവെന്ന് മഹാനായ ഹാത്തിമുൽ അസം തന്റെ ഗുരുവിനോട് ശതീഖുൽ ബൽഖിയോട്. ആദ്യം പറഞ്ഞത് കൂട്ടുകാർ മഹബൂബ്. അല്ലാഹുവേ നീ മഹബൂബുകൾ ഓരോരുത്തർക്കുമുള്ള
ഉള്ളപ്പോൾ എന്റെ മെഹബൂബ് നീയാണ്. മെഹബൂബുകൾ ഖബർ വരെ വന്ന് തിരിച്ചു പോകുമ്പോ എന്റെ കൂടെ കടക്കാൻ ഒരു മെഹബൂബിനെ ഞാൻ അന്വേഷിച്ചിറങ്ങി. അതിന്റെ സൽക്കർമ്മങ്ങളാണ്. രണ്ടാമത്തേത്, ഓരോ ആരാണോ അല്ലാഹുവിനെ ഭയപ്പെടുകയും ശരീരത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നത് അവർക്ക് രക്ഷയുണ്ടെന്ന് പറഞ്ഞില്ലേ? അല്ലാഹുവേ, നിനക്ക് വേണ്ടി സ്വർഗം ലഭിക്കാൻ, എന്റെ ഇഷ്ടം ലഭിക്കാൻ ഞാൻ എന്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ തീരുമാനിച്ചു. രണ്ടാമത് പഠിച്ചതാണ്. മൂന്നാമത്തെ പഠനം, ലോകത്ത് എന്തൊക്കെയോ സന്തോഷമാണെന്നും എന്തൊക്കെയോ കൊണ്ട് എന്തൊക്കെയോ ലഭിക്കുമെന്നൊക്കെ വിചാരിച്ചു. ഇതിലൊന്നും ഒരു കഥയില്ലെന്നും മനസ്സുകൊണ്ട് അല്ലാഹുവിലേക്ക് ബന്ധിക്കുമ്പോഴാണ് അല്ലാഹു സമാധാനം തരുന്നതെന്നും തിരിച്ചറിഞ്ഞപ്പോൾ എന്റെ എല്ലാ വിലപ്പെട്ടതും നിനക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചു. അല്ലാഹ് ആതിമുൽ അസ്മ പറഞ്ഞു തുടങ്ങുകയാണ്. നാലാമത്തേത്, നദറതു ഇലാ ഹാദൽ ഖൽഖ്, ഞാൻ ഓരോരുത്തരെ നോക്കിയപ്പോഴും ഫറഅയ്തു കുല്ല വാഹിദിൻ മിൻഹും യർജിഉ ഇലൽ മാൽ, ഓരോരുത്തരും സമ്പത്തിനെ കുറിച്ചാ പറയാ, ഇലൽ ഹസബ്, സറവാടിനെ കുറിച്ചാ പറയുന്നത്, വശറഫി വന്നസബ്, അഭിമാനത്തെ കുറിച്ച്, തന്റെ പെരുമയെ കുറിച്ച് ഓരോരുത്തരും അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അത്രയുണ്ട്, എനിക്ക് അത്ര ബിസിനസ്, എനിക്ക് ഇത്ര ആസ്തിയുണ്ട്, ഇത്ര വരുമാനമുണ്ട്, അവിടെ ബിസിനസ്, ഇവിടെ ഇത്, അത്, ഇത്. മനുഷ്യന്മാർ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ അവസ്ഥ തന്നെ അതാണല്ലോ അല്ലേ? ഒരു കല്യാണത്തിനോ സൽക്കാരത്തിനോ പോയിരുന്നാൽ 2 വർത്തമാനം കഴിഞ്ഞാൽ മൂന്നാമത്തെ പിന്നെ പൈസയെ ചൊല്ലിയുള്ള വർത്തമാനങ്ങളാണ്. എന്താ ചെയ്യാ? ഞാൻ അങ്ങനെ ഞാൻ അല്ലാഹുവിന്റെ വചനങ്ങൾ ഇങ്ങനെ പരിശോധിച്ചു നോക്കുമ്പോൾ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് എനിക്ക് കാണാൻ ഇടയായി. സൂറത്തുൽ ഹുജറാത്ത്. ആ ആയത്തിനെ ചിന്തിപ്പിച്ചു. ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നാസു ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫൂ ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. അഭിമാനം ആർക്കും ലോകത്ത് വേണം അല്ലേ? പൈസ ഇല്ലാത്തവർക്ക് വിലയില്ല. അങ്ങനെ നമ്മൾ ഉണ്ടാക്കരുത്. നമ്മൾ ഉണ്ടാക്കിയ ഒരു സിസ്റ്റമാണത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതേ ആയത്ത് മനുഷ്യന്മാരെ അല്ലാഹു വിവിധ രൂപത്തിലും കോലത്തിലും ഭാഷയിലും അല്ലാഹു പല പ്രകൃതങ്ങളിൽ പടച്ചത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാനാണ്. നിങ്ങൾക്കറിയാൻ പറ്റും. മുഖം കണ്ടാൽ അറിയാം ഇവൻ രാജ്യത്തിന്റെ ഏത് ഭാഗത്ത് വരുന്നവനാണ്. ഭാഷ കണ്ടാൽ അറിയാം ഇവന്റെ സംസ്കാരം ഏതാണ്. കോലം കണ്ടാൽ അറിയാം ഇവന്റെ സ്വഭാവം എന്തായിരിക്കും. ഇതൊക്കെ അല്ലാഹു നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി പഠിച്ചതാ. എല്ലാവരും ഒരേ മുഖമായിരുന്നെങ്കിൽ ഈ ലോകത്തിന്റെ എന്ത് ഭംഗിയുണ്ടാവും. ഇന്ന അക്രമകും, അതുകൊണ്ട് നിങ്ങളിൽ ഏറ്റവും അല്ലാഹുവിന്റെ അടുത്ത് സ്ഥാനമുള്ളവർ, ഇന്ന അക്രമകും ഇൻദല്ലാഹ്, അല്ലാഹു ഏഴാകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് ആദരവിന്റെ നോട്ടത്തോടു കൂടെ നോക്കിക്കാണുന്നത് അത്ഖാകും, നിങ്ങളിൽ ആരുടെ ഹൃദയത്തിലാണോ തഖ്വയുള്ളത് അവരെയാണ്. ഹൃദയത്തിന്റെ ഉള്ളിൽ തഖ്വയുള്ളവരെയാണ് അല്ലാഹു നോക്കിക്കാണുന്നത്. അവരാണ് ഏറ്റവും വലുത്. പൈസ അവിടെ വിഷയമല്ല, തറവാട് അവിടെ വിഷയമല്ല, ആരോഗ്യവും പ്രായവും അവിടെ വിഷയമല്ല, സമ്പത്തുണ്ടോ ഇല്ലേത് വിഷയമല്ല. ആരാ ഏറ്റവും സ്ഥാനമുള്ളവർ? ഹൃദയത്തിന്റെ ഉള്ളിൽ അല്ലാഹു, നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹുവിന്റെ വലുപ്പം എത്രയാണ്, അതാണ് നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ. ഖൽബിന്റെ ഉള്ളിൽ അല്ലാഹുവിനോടുള്ള തഖ്വ അല്ലാഹു തരട്ടെ. അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. ഇങ്ങനെ നമ്മൾ ഒരു ബോധമില്ലാതെ മരിച്ചുപോയി ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ എന്തായിരിക്കും നമ്മുടെ നാളെ? നമ്മുടെ പള്ളിയുടെ നിർമ്മാണത്തിന്റെ ഫണ്ടിലേക്ക് ബക്കറ്റ് നമ്മുടെ സഹോദരന്മാരുടെ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നേരത്തെ പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ വഴിയിലേക്ക് വിലപ്പെട്ടത് കൊടുത്തു. ഹാത്തിമുൽ അസ്ം അതുപോലെ ചെയ്തേക്ക് ഇൻഷാ അല്ലാഹ്. നമ്മുടെ ഈ പള്ളിക്കും ഒരു നമ്മുടെ പുനർനിർമ്മാണം നടക്കുകയാണ്. 200 ആളുകൾക്ക് നിസ്കരിക്കാനുള്ള ഒരു മുസല്ലയുടെ ഒരു പദ്ധതിയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഒരു മുസല്ലയുടെ മുഴുവൻ പണിയും തീർക്കാൻ 15,000 രൂപയാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ കമ്മിറ്റിക്കാർ കണ്ടിട്ടുള്ളത്. അങ്ങനെ 200 പേരെ നമുക്ക് ആവശ്യമുണ്ട്. 15,000 ഏറ്റെടുക്കാൻ പറ്റുന്നവർ ഇൻഷാ അല്ലാഹ് ഈ പരിപാടി തുടങ്ങുകയാണ്. ഇനിയും ദിവസങ്ങൾ വരാനുണ്ട്. ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാണ്. ആ വിഷയം നിങ്ങൾ വിജയിപ്പിക്കണം. അല്ലാഹു അത് ഇസ്സത്തിലും സന്തോഷത്തിലാക്കി തരട്ടെ. എന്നിട്ട് ആ പള്ളികളെ ഇബാദത്ത് കൊണ്ട് നമുക്ക് അലങ്കരിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു ചില ക്രൈറ്റീരിയൻ വെച്ചിട്ടുണ്ട് ലോകത്ത്. ആ ക്രൈറ്റീരിയൻ മനുഷ്യൻ മാറ്റിമറിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാ അല്ലാഹുവിന്റെ അടുത്ത് സ്ഥാനമുള്ളവർ തഖ്വയുള്ളവരാണെന്ന് അല്ലാഹു പറഞ്ഞു. പക്ഷെ മനുഷ്യന്മാർ പറഞ്ഞു അല്ല, കുറെ പൈസയും വലിയ വീടും വെച്ച ആളുകളാണ് അല്ലാഹുവിന്റെ അടുത്ത് സ്ഥാനമുള്ളവർ എന്ന് മനുഷ്യൻ തിരുത്തി എഴുതി. അല്ലാഹു പറഞ്ഞത് അതല്ല. അല്ലാഹു പറഞ്ഞത് തഖ്വാക്കും, അല്ലാഹുവിനെ ഭയപ്പെടുന്നവർ. റബ്ബ അശ്അസ അഗ്ബറ ذو طمرين مدفوع بالأبواب لا يعبأ له لو أقسم على الله لأبره ومنهم براء بن مالك. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനുണ്ട് ബറാഅ ഇബ്നു മാലിക്. ഖാദിസിയ യുദ്ധം നടക്കുമ്പോൾ ഇറാനിൽ ഖാദിസിയ യുദ്ധം നടക്കുമ്പോൾ ആ യുദ്ധത്തിന് നേതൃത്വം കൊടുത്ത മഹാനാണ് സഅദ് റളിയല്ലാഹു അൻഹു. കാന യുദീറുൽ മഅറകത അലാ ബത്നിഹി, കടന്നുകൊണ്ട് യുദ്ധം നിയന്ത്രിച്ച കമാൻഡർ മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. ഖാദിസിയ യുദ്ധം ഒന്നാമത്തെ ദിവസം പരാജയപ്പെട്ടപ്പോഴാണ് ബഹുമാനപ്പെട്ടവർ ചോദിച്ചത്, ഈ പരാജയത്തിന്റെ കാരണം എന്തായിരിക്കും തോൽക്കാൻ കാരണം? അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. സ്വഹാബികൾ അവിടെയുണ്ട്. അവരൊക്കെ വന്നിട്ട് പറഞ്ഞു, യാ സഅദേ, അല്ലാഹു ഇന്ന് നമുക്ക് പരാജയം തരാൻ കാരണം നസീനാ സുന്നത സിവാകി അൻ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിസ്വാക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ബ്രഷ് ചെയ്യാൻ, മിസ്വാക്ക് ചെയ്യാൻ. ഇറാനിലേക്ക് വന്നിട്ട് ഖാദിസിയയിലേക്ക് വന്നിട്ട് അറാഖ് നഷ്ടപ്പെട്ടവരാണ് നമ്മൾ. നമ്മുടെ കയ്യിൽ ഒരു സൈന്യാധിപൻ, ഒരു പട്ടാളക്കാരന്റെ കയ്യിലും അറാഖിന്റെ കഷ്ണമില്ല, മിസ്വാക്കില്ല. ആ സുന്നത്തെടുക്കാൻ നഷ്ടപ്പെട്ടു പോയതാണ് ഇവിടെ പരാജയത്തിന്റെ കാരണം. ഇത് ഭയങ്കര സംഭവമാണ്. വിചാരിക്കുക എന്തേ ഇപ്പൊ സമ്മേളനം വിജയിക്കാത്തത്? മൈക്ക് സെറ്റും അതൊന്നുമല്ല, ലൈറ്റോ അതുമല്ല, ഭക്ഷണോ അതുമല്ല, പിന്നെ എന്തേ? ചിന്തിക്കണം. സുന്നത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഉടനെ അടിയന്തരമായി ഉത്തരവിറക്കി, എവിടെ നിന്നൊക്കെ കിട്ടുമോ അറാഖിന്റെ കഷ്ണങ്ങൾ മുഴുവൻ പട്ടാളക്കാർക്കും വിതരണം ചെയ്യണം. ആർക്കും വിതരണം ചെയ്തു. എന്നിട്ട് അല്ലാഹുവിനോട് വിജയം തേടാൻ പോവുകയാണ്. ആ ഇടക്ക് ചോദിച്ചു, ഐന ബറാ ഇബ്നു മാലിക്, എവിടെയാണ് ബറാ ഇബ്നു മാലിക്? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ ബറാ റളിയല്ലാഹു അൻഹു എവിടെ? അദ്ദേഹം വളരെ പാവപ്പെട്ട മനുഷ്യനാണ്, വളരെ പാവപ്പെട്ട മനുഷ്യനാണ്, മെലിഞ്ഞുണങ്ങിയ ഒരു മനുഷ്യനാണ്, ഒരു സ്വഹാബിയാണ്. ആ സ്വഹാബി ഇങ്ങനെ കടന്നു വന്നപ്പോ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ബറാ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അന്നൊരിക്കൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയെ കുറിച്ച് പറഞ്ഞത്? റബ്ബ അശ്അസ അഗ്ബറ മദ്ഫൂഇൻ ബിൽ അബ്വാബിൽ ذو طمرين لا يعبأ له. എത്രയോ മുടി പിടിച്ചവർ, മാസങ്ങളായി കുളിച്ചില്ല എന്ന് തോന്നുന്നവർ, ശരീരം മുഴുവനും പൊടിയുള്ള വസ്ത്രമായി നടക്കുന്നവർ, മദ്ഫൂഇൻ ബിൽ അബ്വാബ്, ആരുടെ വീട് വാതിൽക്കൽ ചെന്നാലും എന്റെ വീടിന്റെ മുറ്റത്ത് നിന്ന് പോയെന്ന് പറഞ്ഞ് ആട്ടിയോടിക്കപ്പെടുന്നവർ, രണ്ട് ചെറിയ പുതപ്പിന്റെ കഷ്ണവും പുതച്ചു നടക്കുന്ന ആളുകൾ, ആരും അവരെ മൈൻഡ് ചെയ്യൂല. അങ്ങനത്തെ എത്രയോ ആളുകളുണ്ട്. അല്ലാഹുവിനെ അവർ അല്ലാഹുവിനെ വിളിച്ച് സത്യം ചെയ്തൊരു കാര്യം പറഞ്ഞാൽ അല്ലാഹു അത് സാധിപ്പിച്ചു കൊടുക്കും എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ട് അവസാനം ചേർത്ത് വായിച്ചു, വമിൻഹും ബറാ ഇബ്നു മാലിക്, അവരിൽപ്പെട്ട ആളാണ് ബറാ ഇബ്നു മാലിക്. ബറാ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അല്ലാഹുവിന്റെ റസൂൽ അന്നൊരിക്കൽ അങ്ങയെ കുറിച്ച് പറഞ്ഞത്? അതുകൊണ്ട് ബറാ, നിങ്ങളൊന്ന് ദുആ ചെയ്യണം. ഈ ഖാദിസിയ യുദ്ധം ഇന്ന് നടക്കുമ്പോൾ സൂര്യൻ അസ്തമിക്കുമ്പോഴേക്കും, സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുമ്പോൾ കിസ്റയുടെ കൊട്ടാരത്തിന്റെ മുകളിൽ കിസ്റ സാമ്രാജ്യത്തിന്റെ പതാക താഴുകയും അവിടെ ഇസ്ലാമിന്റെ പതാക പൊങ്ങുകയും വേണം. അതുകൊണ്ട് ഇന്നത്തെ സൂര്യാസ്തമയത്തോടുകൂടെ വിജയം വേണമെന്ന് നിങ്ങൾ ദുആ ചെയ്യണം, അല്ലാഹുവിനോട് ദുആ ചെയ്യണമെന്ന് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു, സൈന്യത്തിന്റെ കമാൻഡർ, വളരെ പാവമായിരുന്ന, ആരും കണ്ടാൽ മൈൻഡ് ചെയ്യാത്ത ആൾ, മഹാനായ സ്വഹാബിയായിരുന്ന ബറാ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ദുആ എടുക്കാൻ വേണ്ടി പറയുന്നു. പൈസ കൊണ്ടല്ല വിജയിക്കുന്നത്, ആർഭാടം കൊണ്ടല്ല ദീൻ വിജയിക്കുന്നത്, പൈസയുടെ പെരുമ കൊണ്ടല്ല
അല്ലാഹുവിന്റെ ദീൻ വിജയിച്ചത്. അങ്ങനെയാണെങ്കിൽ ഹാറൂനിന്റെ സംഘം വിജയിക്കണമായിരുന്നു. മൂസ നബിയുടെ കാലത്ത് ഹാറൂൻ അല്ലാഹു നശിപ്പിച്ചില്ലേ? ആർഭാടം കൊണ്ടല്ല അല്ലാഹുവിന്റെ ദീൻ നിലനിന്നത്, പാവപ്പെട്ട മുഅ്മിനീങ്ങളെ കൊണ്ടാണ്. പാവപ്പെട്ട മുഅ്മിനീങ്ങൾ കയ്യിൽ കാശില്ലാത്തവരാണ്, ആർഭാടങ്ങളില്ലാത്തവരാണ്. പക്ഷേ ഹൃദയത്തിന്റെ ഉള്ളിൽ തഖ്വയുള്ളവർ, അവരെ കൊണ്ടാണ് വിജയമെന്ന് പഠിപ്പിക്കുകയാണ് സഅദ് റളിയല്ലാഹു അൻഹു. മഹാനായ ബറാ എന്നവരുടെ ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹുവേ ഇന്നത്തെ സൂര്യൻ അസ്തമിക്കുമ്പോഴേക്കും കിസ്റയുടെ കൊട്ടാരത്തിന്റെ മുകളിൽ ഇസ്ലാമിന്റെ പതാക ഉയരണം. പറഞ്ഞതുപോലെ കിസ്റയുടെ കൊട്ടാരത്തിൽ നിന്ന് പതാക താഴുന്നതും സൂര്യൻ അസ്തമിക്കുന്നതും ഇസ്ലാമിന്റെ പതാക പൊങ്ങുന്നതും ഒരേ സമയം മഹാനായ ബറാ റളിയല്ലാഹു അൻഹുവിന്റെ പ്രാർത്ഥനയായിരുന്നു. ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളിൽ ആരാണോ അല്ലാഹുവിനെ ഏറ്റവും സൂക്ഷിക്കുന്നത് അവർ കാരണമാണ് നിങ്ങൾക്ക് ഇവിടെ മഴ പെയ്യുന്നത്, അവർ കാരണമാണ് അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യുന്നത്, അവർ കാരണമാണ് അല്ലാഹു നിങ്ങൾക്ക് റിസ്ക് തരുന്നത്. അവരാണ് അല്ലാഹുവിന്റെ അടുത്ത സ്ഥാനമുള്ളവർ. ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും, ഖൽബിലേക്കാണ് അല്ലാഹുവിന്റെ നോട്ടം, ഹൃദയത്തിലേക്കാണ് നോട്ടം. ولو أن أهل القرى آمنوا واتقوا لفتحنا عليهم بركات من السماء والأرض. ഏതെങ്കിലും ഒരു നാട്ടുകാർ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചാൽ ആകാശഭൂമികളിലെ സർവ്വ നന്മകളും ഞാൻ അവർക്ക് തുറന്നു കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അസ്സ വജൽ നമ്മളെ പഠിപ്പിക്കുന്നു. ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും, അതുകൊണ്ട് തഖ്വയുള്ളവരെ ബഹുമാനിക്കണം. തഖ്വയുള്ളവരെയാണ് അല്ലാഹു ബഹുമാനിക്കുന്നത്. ഓരോരുത്തരും അഭിമാനം ലഭിക്കാൻ സമ്പത്തിന്റെ പിന്നാലെ, ബിസിനസിന്റെ പിന്നാലെ, അതിനൊന്നും കുഴപ്പമില്ല. ഹലാലായ ബിസിനസ്സുകളാണെങ്കിൽ അൽഹംദുലില്ലാഹ് നിഅമത്ത് വതബത്ത്. ഹറാം ബിസിനസ് ആയിക്കൂടാ, ബിസിനസ് ഹറാമായിക്കൂടാ, പലിശയുടെ ബിസിനസ്സുകളായിക്കൂടാ, ഹറാമിന്റെ വരുമാനങ്ങളായിക്കൂടാ. അത് നാളെ സങ്കടത്തിന് കാരണമാകും, നാളെ അത് നരകം മേടിച്ചു തരുന്ന സംഗതിയായി പോകും. എങ്കിൽ പോലും കച്ചവടത്തിൽ പോലും അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന മുത്തഖീങ്ങൾ ഉണ്ടെങ്കിൽ അവരാണ് നാളെ അംബിയാഇന്റെ കൂടെ ഇരിക്കാൻ പോകുന്നത്, അവരാണ് പ്രവാചകന്മാരുടെ കൂടെ സ്വർഗത്തിലേക്ക് പോകുന്നത്. അല്ലാഹുവിനെ ഭയപ്പെടുന്നവർ കച്ചവടക്കാർക്കും ഭയപ്പെട്ടുകൂടെ? മഹാനായ മുഹമ്മദ് ബിൻ മുൻകദിർ റഹ്മഹുല്ലാഹ് 5 ദീനാറിനും 10 ദീനാറിനും റൂമുകൾ വാടകയ്ക്ക് കൊടുക്കുന്ന മഹാൻ, 5 ദീനാറിന്റെ ഒരു റൂം ഒരു ചെറുപ്പക്കൊരു അറാബി വന്നിട്ട് 10 ദീനാർ കൊടുത്ത് വാങ്ങിച്ചു പോയപ്പോ ബഹുമാനപ്പെട്ടവർ തിരിച്ചു വന്ന് ചോദിച്ചു, അല്ല 10 നൽകിയ ആൾക്ക് 5 ആണോ കൊടുത്തത്? അയാൾ തൃപ്തിപ്പെട്ടു പോയി. പറ്റില്ല. ആ അറാബിയെ കണ്ടുപിടിക്കാൻ വേണ്ടി മഹാനായ മുഹമ്മദ് ബിൻ മുൻകദിർ റഹ്മഹുല്ലാഹ് താബിഈങ്ങളിൽ വന്ന മഹാൻ പകലന്തിയോളം വിളിച്ചു നടന്നു, എന്റെ വില്ല വാങ്ങിച്ചു പോയവൻ, എന്റെ റൂം വാടകയ്ക്കെടുത്ത അറാബി ആരാണ്? നടന്ന അവസാനം ആളെ കിട്ടി. എന്നിട്ട് പറഞ്ഞു, നിങ്ങളാ വാങ്ങിച്ചത് 10 ദീനാറിൻ്റെത്, നിങ്ങൾ 10 ദീനാർ തന്ന് വാങ്ങിച്ചത് 5 ദീനാറിൻ്റെതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ 3 ഓപ്ഷൻ ഞാൻ തരാം. ഒന്നുകിൽ 10 5 നിങ്ങൾ തെരഞ്ഞെടുത്ത് നിങ്ങൾ തിരിച്ചെടുക്കണം. എനിക്ക് വേണ്ട, 10 5 നിങ്ങൾ തിരിച്ചെടുക്കണം. അതല്ലെങ്കിൽ 10ന്റെ റൂം നിങ്ങൾ എടുക്കണം, 5ന്റേത് മാറ്റിയിട്ട് ഒന്നുകൂടെ സൗകര്യമുള്ളത്, നിങ്ങൾ അതിന്റെ പൈസ തന്നിട്ടുണ്ടല്ലോ, 10ന്റേത് എടുക്കണം. അതിന് നിങ്ങൾ ഒരുക്കമല്ലെങ്കിൽ നിങ്ങളുടെ മുഴുവൻ 10ഉം തിരിച്ചെടുത്തിട്ട് എന്റെ റൂം എനിക്ക് തിരിച്ചു തരണം. ഇതല്ലാതെ നിങ്ങളുടെ ഹക്ക് എനിക്ക് വേണ്ട. ഹാബി പറഞ്ഞു, ആരാണ് ഈ മനുഷ്യൻ? ഇങ്ങനെയുണ്ടോ ഒരു കച്ചവടക്കാരൻ? എന്താ വിചാരിക്കാൻ? വാങ്ങിച്ചു പോയില്ല, അൽഹംദുലില്ലാഹ്. 100 രൂപയുടെ സാധനം 500 വെച്ചു ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. എന്താ അൽഹംദുലില്ലാഹ്? ഈ കൊള്ളലാഭം അല്ലാഹു പൊറുക്കുമോ? അല്ലാഹുവിന് ഇഷ്ടപ്പെടുമോ? 10 തന്നിട്ട് 5ന്റേത് വാങ്ങിച്ചത് ശരിയായില്ല, നിങ്ങൾ 10ന്റേത് തന്നെ വാങ്ങിക്കണം, അല്ലെങ്കിൽ 5 നിങ്ങൾ തിരിച്ചു മേടിക്കണം, അല്ലെങ്കിൽ 10 തിരിച്ചെടുത്തിട്ട് എന്റെ റൂം എനിക്ക് തിരിച്ചു തരണം. അറാബി മൂക്കത്ത് വിരൽ വെച്ചിട്ട് പറഞ്ഞു, എനിക്ക് എന്റെ 5 തിരിച്ചു തന്നാൽ മതി, ഞാൻ 5ന്റെ റൂം എടുത്തോളാം. തന്ന 10ൽ നിന്ന് 5 ബാക്കി തന്നേക്ക് തിരിച്ചെടുത്തു. എന്നിട്ട് ഇങ്ങനെ പോകുമ്പോൾ അയാൾ ചോദിച്ചു, ആരാണ് ഈ മുതലാളി? ഇങ്ങനെ അല്ലാഹുവിനെ ഭയപ്പെടുന്ന മുതലാളി ആരാണ്? ഫഖാലു, അവർ പറഞ്ഞു കൊടുത്തു, മുഹമ്മദ് ബിൻ മുൻകദിർ റഹ്മഹുല്ലാഹ്. മുഹമ്മദ് ബിൻ മുൻകദിർ റഹ്മഹുല്ലാഹ് എന്ന മഹാനായ സൂക്ഷ്മതയുള്ള പണ്ഡിതനാണ്. അറാബി തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞത് നമ്മുടെ ചരിത്ര ഗ്രന്ഥങ്ങൾ മുഴുവൻ രേഖപ്പെടുത്തി. വഹാദല്ലദീ യുസ്തസ്ഖാ
അതുകൊണ്ടാണ് ഞങ്ങൾക്ക് മഴ ലഭിക്കാത്ത കാലത്ത് അല്ലാഹു മഴ തരാൻ കാരണം ഇങ്ങനെ ഭയപ്പെടുന്ന നല്ല മനുഷ്യരെ കാരണമാണ്. ഈ മുഹമ്മദ് ഇബ്നു മുൻകദിർ തങ്ങളെ പോലെയുള്ള മഹത്തുക്കളാണ് ഇദാ ഖഹത്നാ ഞങ്ങൾക്ക് മഴ കിട്ടാതെ വന്നാൽ അല്ലാഹു മഴ തരാൻ കാരണം ഈ സജ്ജനങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴാണ്. തഖീങ്ങളെ അല്ലാഹുവിന് വേണ്ടത്, അല്ലാഹുവിന് വേണ്ടത് അവരെയാണ്. ഒരു സ്വഹാബി ഒന്ന് ചോദിച്ചു, അല്ല നബിയേ, ഒരു സ്വഹാബി ഒന്ന് ചോദിച്ചു, നബിയേ എനിക്കൊരു സഹോദരനുണ്ട്, ആ സഹോദരൻ ഇൽമു പഠിക്കാൻ പോകുന്നു. ഞാൻ അധ്വാനിക്കാൻ പോകുന്ന കൂലിപ്പണിക്കാരൻ, ഞാൻ അധ്വാനിച്ചു കിട്ടുന്ന എന്റെ സമ്പത്തിൽ നിന്നാണ് അവനെ പോലും ഞാൻ സഹായിക്കുന്നത്. അവൻ പറയുന്നു ഞാൻ ദർസിൽ പോയി പഠിക്കുകയാണ്, ഇൽമു പഠിക്കുന്നു എന്ന്. നബിയേ ഞാൻ ഒറ്റക്ക് അധ്വാനിക്കുകയും അവൻ ഇൽമു പഠിക്കാൻ പോയിരിക്കുകയാണെന്ന് പറഞ്ഞ് അവന്റെ ചെലവ് പോലും ഞാൻ പുലർത്തേണ്ട വല്ല കാര്യവുമുണ്ടോ എന്ന് സ്വാഭാവികമായ ഒരു സംശയം ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി ലഅല്ലക തുർസഖു ബിബറകതിഹി, നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് പോലും നിങ്ങളുടെ അനുജൻ ദീൻ പഠിക്കുന്നത് കാരണത്താലാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അനുജൻ അല്ലാഹുവിന്റെ ദീൻ പഠിക്കുന്ന കാരണത്താലാണ് നിങ്ങൾക്ക് അല്ലാഹു ജോലി തരുന്നതും, നിങ്ങൾക്ക് അല്ലാഹു ജോലി ചെയ്യാൻ ആരോഗ്യം തന്നതും, അല്ലാഹു ഭക്ഷണം തരുന്നതും. അല്ലാഹുവിനെ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നിങ്ങളുടെ വീട്ടിൽ ഒരാൾ ചെയ്യുന്നത് ഫലമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇന്ന അക്റമകും ഇൻദല്ലാഹി അത്ഖാകും, അല്ലാഹു നിങ്ങളെ ബഹുമാനിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിലുള്ള വല്യമ്മമാർ, മുസ്ഹഫിൽ നിന്ന് കണ്ണെടുക്കാതെ ഖുർആൻ ഓതി നിൽക്കുന്ന വല്യമ്മമാർ, അല്ലാഹുവിന് വേണ്ടി രാത്രികാലം എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഉമ്മമാർ, അല്ലാഹുവിന് വേണ്ടി തഹജ്ജുദിന് എഴുന്നേൽക്കുന്ന വല്യപ്പമാർ, അല്ലാഹുവിന് വേണ്ടി പാതിരാ നേരങ്ങളിൽ തസ്ബീഹ് ചൊല്ലുന്ന ചെറുപ്പക്കാരായ മുത്തഖീങ്ങൾ, ഇവരൊക്കെ വീടിന്റെ ഉള്ളിൽ ജീവിച്ചിരിക്കുമ്പോൾ അവര് കാരണം അല്ലാഹു നിങ്ങൾക്ക് ഇസ്സത്ത് തരും, അഭിമാനം തരും. അഭിമാനം ഉണ്ടാക്കാൻ പിന്നെ മണിമാളിക പൊക്കേണ്ടതില്ല, അഭിമാനം ഉണ്ടാക്കാൻ പിന്നെ സമ്പത്ത് വാരി കൂട്ടേണ്ടതില്ല. അല്ലാഹു അഭിമാനം തരാമെന്ന് പറഞ്ഞ വാക്ക് ഇന്ന അക്റമകും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളിൽ ആരാണോ അല്ലാഹുവിനെ ഭയപ്പെടുന്നത് അവർക്കാണ് അല്ലാഹു ഏറ്റവും മഹത്വം കൊടുക്കുക. മഹാനായ ശഖീഖുൽ ബൽഖിയോട് ഹാതിമുൽ അസ്മിന്റെ മറുപടി ശുദ്ധ കലാമിൽ ഇങ്ങനെ ഒരു കാര്യം കാണുമ്പോൾ ഞാൻ എന്തിന് പിന്നെ ടെൻഷൻ അടിച്ച് ജീവിക്കണം, ഞാൻ എന്തിന് പിന്നെ വിഷമിച്ച് ജീവിക്കണം? അഭിമാനമാണോ വേണ്ടത്? അതിനെ സൂക്ഷിച്ചാൽ പോരെ. ഇതാണ് ഞാൻ പഠിച്ചെടുത്ത നാലാമത്തെ കാര്യം. അല്ലാഹു നമ്മെ മുത്തഖീങ്ങളാക്കി ചേർക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ല കട്ടൻ ചായ ഒന്നുമില്ലേ ഇവർക്ക്? സാധാരണ സ്ഥാനം മാത്രമേ എനിക്കല്ല, ഇവർക്ക് ഓഡിയൻസിനുണ്ടോ? നാളെ മുതൽ ചുക്കാപ്പിയൊക്കെ ആക്കിയല്ലേ? കുറച്ചേരം ഇങ്ങനെ ഇരിക്കുമ്പോഴേ ചൂട് നമ്മളെ മോനൊക്കെയാണല്ലേ? അതെ അതെ, ആയിക്കോട്ടെ. അപ്പോ നാളെ നമുക്കൊരു ചായയൊക്കെ സംഘടിപ്പിക്കണേ. ആരെങ്കിലും സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലാഹു ഖൈറാക്കി തരട്ടെ. അപ്പോ 33 കൊല്ലം കൊണ്ട് പഠിച്ചെടുത്തതിൽ നാലാമത്തേതാണ്. അഞ്ചാമത്തേത് പറഞ്ഞു മഹാനായ ഹാതിമുൽ അസ്ം നദർതു ഇലൽ ഖൽഖി യത്അനു ബഅദുഹും ഫീ ബഅദിൻ വയൽഅനു ബഅദുഹും ബഅദാ. ഓരോരുത്തരും പരസ്പരം കുറ്റം പറയുന്നുണ്ട്. യത്അനു ബഅദുഹും ബഅദാ. എന്താണ് കുറ്റം പറച്ചിലൊക്കെ? ഓൺലൈനിലായതുകൊണ്ട് ഒച്ചപ്പാടും ബഹളൊന്നും മൈക്കിൽ കേൾക്കാറില്ല എന്ന് മാത്രം. ഒരാള് മറ്റൊരാളെ കുതിര കയറുന്നത്, അനാവശ്യങ്ങൾ എഴുതിവിടുന്നത്, അനാവശ്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, വോയിസ് മെസ്സേജുകൾ ടൈപ്പ് ചെയ്യുന്നത്, വീഡിയോകൾ, ഓരോരുത്തരും പരസ്പരം കുറ്റം പറയുന്നത് ഞാൻ ഇങ്ങനെ കാണുന്നു. അത്തിമുലസം പറയാ, ശിഷ്യൻ പറയാ, ശേഖനോട് പിടിച്ച 8 കാര്യത്തിൽ 5-ാമത്തേത് പറയാൻ പോവാണ്. ചില ആളുകൾ ചിലരെ ശപിക്കുന്നുണ്ട്, ലഅനത്ത് ചെയ്യുന്നുണ്ട്,
നശിക്കട്ടെ എന്ന് പറഞ്ഞു വിടുന്നുണ്ട്, നാശം എന്ന് പറഞ്ഞു വിടുന്നുണ്ട്, കുരുത്തക്കേട് അവര് നശിച്ചവരാണെന്ന് പറയുന്നുണ്ട്, അവര് നാശത്തിലേക്കാണെന്ന് പറയുന്നുണ്ട്. പരസ്പരം പറയുന്നവർ അമ്മമാര് മക്കളോട്, മക്കൾ ഉമ്മയോട്, ജ്യേഷ്ഠൻ അനിയനോട്, അനുജൻ തന്റെ കൂട്ടുകാരനോട്, ഓരോരുത്തർ കുടുംബങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പഴിചാരലും ദേഷ്യപ്പെടലും അസൂയപ്പെടലൊക്കെ കാണുമ്പോൾ ഞാനൊന്ന് മനസ്സിലാക്കി, ഇതിന്റെയൊക്കെ അടിസ്ഥാന വിഷയം അസൂയയാണ്. അൽ ഹസദു, അസൂയയാണ്. ثم نظرت الى قوله تعالى, അങ്ങനെയാണ് സൂറത്ത് സുഖ്റുഫിൽ അല്ലാഹു പറയുന്ന ആയത്ത് ഞാൻ ശ്രദ്ധിച്ചത്. നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയാ. എന്തിനെ മനുഷ്യൻ അസൂയപ്പെടണം, എന്തിനെ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയണം? നഹ്നു ഖസംനാ മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയാ. ഒരാൾക്ക് ഈ ലോകത്ത് എത്രയാണോ വരുമാനം കിട്ടേണ്ടതെന്ന് നാം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അല്ലാഹു തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ എത്ര വലിയ ബിസിനസ് തുടങ്ങിക്കോ അല്ലാഹു വിജയിപ്പിക്കട്ടെ, എന്ത് ചെറുത് തുടങ്ങിക്കോ അല്ലാഹു വിജയിപ്പിക്കട്ടെ, കിട്ടുന്ന ലാഭം അല്ലാഹു തീരുമാനിച്ചു വെച്ചതാണ്. നഷ്ടാണെങ്കിൽ നഷ്ടം, ലാഭമാണെങ്കിൽ ലാഭം. എത്രയാണ് എന്റെ വരുമാനമെന്ന് അല്ലാഹു തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അതിലൊരു മാറ്റം വരാൻ പോണില്ല. പിന്നെ എന്തിനെ അസൂയപ്പെടണം ആളുകൾ? എന്തിന് പരസ്പരം പഴിചാരണം? എന്തിന് പരസ്പരം അസൂയ വെക്കണം? അസൂയ മുഅ്മിന് പാടില്ലല്ലോ. അസൂയ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹു കൊടുത്തത് എനിക്ക് ഇഷ്ടമായില്ല, അല്ലാഹു അവൾക്ക് കൊടുത്തത് ഒരു പെണ്ണിന് തോന്നുന്നു അവൾക്ക് കൊടുത്തത് എനിക്ക് ഇഷ്ടമായിട്ടില്ല, അവൾക്ക് ഉണ്ടാവാൻ പാടില്ല, എനിക്ക് വേണം എന്ന് പെണ്ണ് ചിന്തിക്കുന്നവരുടെ അസൂയയാണ്. ഒരു പുരുഷൻ അല്ലാഹു അവൻ ആ കൊടുത്തത് എനിക്ക് ഇഷ്ടമായിട്ടില്ല, അല്ലാഹുവിന്റെ ഓഹരി നമുക്ക് ഇഷ്ടമായില്ല, പിന്നെ ആരുടെ ഓഹരി ഇഷ്ടപ്പെടുക? അല്ലാഹു കൊടുത്തതല്ലേ, ആയിക്കോട്ടെ. നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയാ. ആ ആയത്ത് ഞാൻ കണ്ടപ്പോൾ തറക്തുൽ ഹസദ, ഞാൻ അസൂയയെല്ലാം മാറ്റിവെച്ചു. വജ്തനബതുൽ ഖൽഖ വഅലിംതു അന്നൽ ഖിസ്മത മിൻ ഇൻദില്ലാഹ്. എനിക്ക് എന്താണോ ലഭിക്കുന്നത് ഇത് അല്ലാഹു തീരുമാനിച്ചു വെച്ചതാണെന്ന് ഞാൻ ഉറപ്പിച്ചു. നമ്മൾ ആകെ ടെൻഷൻ അതല്ലേ, മക്കൾ വലുതാകും ഇനി എന്താ ഇവരൊക്കെ എങ്ങനെ കെട്ടിക്ക് ഉടച്ചോനെ. ചില ജ്വല്ലറിക്കാരൊക്കെ പെൺകുട്ടി ജനിക്കുമ്പോഴേക്കും ചില ട്രഷർ, ചില പോളിസികളൊക്കെ തുടങ്ങിയാണ്. കല്യാണം ആവുമ്പോഴേക്കും കുറച്ച് കോയിനൊക്കെ വരുന്നു. ചെറിയ പച്ചപ്പാവ കുഞ്ഞിനെ നോക്കിയിട്ട് ഈ കുഞ്ഞിനിക്കൊരു ഭാരമായല്ലോ എന്ന് മാതാപിതാക്കളെ ചിന്തിപ്പിക്കുന്ന പോളിസി അല്ലേ ഇതിനർത്ഥം? അതല്ലേ ഇതിനർത്ഥം? അടുത്ത ഇനി ഒരു തലമുറക്ക് ആകുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാരുടെ ചിന്താഗതികളൊക്കെ മാറിയിട്ട് ഇനി 5 വയസ്സ് സ്ത്രീധനം വേണ്ട എന്ന് പറഞ്ഞ് കെട്ടുന്ന ചെറുപ്പക്കാരാണെങ്കിൽ ഈ പോളിസിന്റെ വല്ല ആവശ്യമുണ്ടോ? നമുക്കറിയില്ലല്ലോ എന്താ നടക്കുക. അങ്ങനെ ആയി വരട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു പറഞ്ഞ പോലെ ഹലാലിൽ കല്യാണം കഴിക്കുന്ന മക്കളാവുക. മഹർ കൊടുത്തിട്ട് പെണ്ണിന്റെ വാപ്പ മുതൽ തരണമെന്ന് ചിന്തിക്കാത്ത, കൊതിയില്ലാത്ത, ദുരാഗ്രഹമില്ലാത്ത, അതിന് കണ്ണുവെച്ച് നടക്കാത്ത, ഞാൻ എന്റെ അധ്വാനത്തിൽ നിന്നുണ്ടാക്കിയ എന്റെ മഹർ കൊണ്ട്, എന്റെ സമ്പത്ത് കൊണ്ട് ഞാൻ മഹർ കൊടുത്ത് ആ പെണ്ണിനെ എന്റെ ജീവിതത്തിലേക്ക് കൂട്ടാളിയായി ഞാൻ സ്വീകരിക്കാം, അത് മാത്രം മതി, മറ്റൊന്നും വേണ്ട എന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർ ഇൻഷാ അല്ലാഹ് മാറണം. വാപ്പന്മാര് മാറണം, അമ്മാവന്മാർ അതിലേക്ക് സഹായിക്കണം. അമ്മാവന്മാരുടെ ആകെ റോള് സ്ത്രീധനം പറയണം, വേറെ ഒരു പണി അമ്മാവന്മാർക്ക് ഇല്ലെന്നാ കേട്ടത്. സ്ത്രീധനം പറ, അതിനെ അമ്മാവനായി നടക്കുന്നത്. അല്ലാഹുവിന്റെ മഈശത്താണ്. ഞാൻ എന്തിനെ കുട്ടികളെ കുറിച്ച് ടെൻഷൻ അടിക്കണം? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മക്കയിലെ പള്ളിയിൽ ഹജ്ജിന്റെ സമയത്ത് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ജോർഡാനിൽ നിന്ന് വന്നൊരു അറാബിയായ മനുഷ്യൻ, അറിയില്ല ആരാണ് ഈ ക്ലാസ് എടുക്കുന്നതെന്ന്. ആരോ പറഞ്ഞു സ്വഹാബിയാണ്, വലിയൊരു ആലിമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ചെന്നിട്ട് ചോദിച്ചു, യാ ഹാദാ, വലിയ ശൈഖനെ വിളിക്കുകയാണ്, പേര് മാത്രമോ എപ്പോഴേക്കും, അല്ലാഹു നിങ്ങളെ പഠിപ്പിച്ചത് എന്തെങ്കിലും എനിക്കൊന്ന് പറഞ്ഞതാ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആൻ എടുത്തിട്ട് ഇങ്ങനെ സൂറത്തുൽ ദാരിയാത്തിന്റെ ചില ഭാഗങ്ങൾ ഓതി കൊടുത്തു. വഫിസ് സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ. വഫിസ് സമാഇ, ആകാശലോകത്തുണ്ട് അല്ലാഹുവിന്റെ മലക്കുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. റിസ്ഖുകും, നിങ്ങൾക്ക് എന്താണ് കിട്ടേണ്ടത് എന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വമാ തുഅദൂൻ, നിങ്ങൾക്ക് കരാർ
ചെയ്യപ്പെടുന്ന സംഗതികൾ അള്ളാഹുവിന്റെ ആകാശ ലോകത്ത് നിർണയിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. അയാൾ പറഞ്ഞു മതി 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 മതി, ഇനി വേറൊന്നും എനിക്ക് കേൾക്കണ്ട, മതി മതി, എന്റെ റിസ്ക് അള്ളാഹു ഏറ്റെടുത്ത് മതി മതി, അൽഹംദുലില്ലാഹ്, എനിക്ക് വേറൊന്നും പഠിക്കണ്ട, ഞാൻ പോവാൻ. എഴുന്നേറ്റ് പോയി. പിറ്റത്തെ വർഷം ഹജ്ജിന് വന്നു. അപ്പോഴും കണ്ടു ഇങ്ങനെ ഒരു ഇൽമിന്റെ സദസ്സ്. ചോദിച്ചു, ആരാ? ഇബ്നു അബ്ബാസ് ദർസാണ്, എനിക്ക് പോയി ഇരിക്കാൻ പറ്റുമോ? ചോദിക്കാൻ ആ ഇബ്നു അബ്ബാസ്, നിങ്ങൾക്ക് എന്നെ ഓർമ്മ ഉണ്ടോ എന്ന് ചോദിച്ചു. ഓർമ്മ കാണുന്നില്ലല്ലോ. അന്ന് കഴിഞ്ഞ വർഷം ഞാൻ വന്നപ്പോ നിങ്ങൾ ഒരു മസാല ചോദിച്ചു, നിങ്ങൾ എനിക്ക് ഒരു ആയത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. ആകാശ ലോകത്ത് അല്ലാഹു തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ഭംഗി എത്രയാണ്, നിങ്ങളുടെ വരുമാനം എത്രയാണ്, നിങ്ങളുടെ മക്കൾ എത്രയാ, നിങ്ങളുടെ ആരോഗ്യം എത്രയാ, ആയുസ് എത്രയാ, അതൊക്കെ അല്ലാഹു തീരുമാനിച്ചതാണ്. ഓർമ്മയുണ്ട്. വേറെന്തെങ്കിലും പഠിപ്പിച്ചു തരുമോ? എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരുമോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ ആയത്തിന്റെ ബാക്കി ഓതി കൊടുത്തു. പിറ്റത്തെ വർഷം വഫിസ്സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ ഫവറബ്ബിസ് സമാഇ വൽ അർദ് ഇന്നഹു ലഹഖ്ഖുൻ മിസ്ല മാ അന്നകും തൻതിഖൂൻ. ഫവറബ്ബിസ് സമാഇ വൽ അർദ്, ആകാശഭൂമികളുടെ റബ്ബിനെ തന്നെയാണ് സത്യം. ഇന്നഹു ലഹഖ്, ഈ പറഞ്ഞത് ഹഖാണ്. മിസ്ല മാ അന്നകും തൻതിഖൂൻ, നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഉറപ്പുള്ള വിഷയമല്ലേ? നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ അറിയുന്നില്ലേ ഞാൻ സംസാരിക്കുന്നുണ്ടെന്ന്? അതിൽ സംശയവുമുണ്ടോ? ഇല്ല. അതുപോലെ ആകാശ ലോകത്തിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം. നിങ്ങളുടെ റിസ്ക് അല്ലാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. റാബി പറഞ്ഞു, ഇതിനൊക്കെ എത്ര സത്യം ചെയ്ത് പറയേണ്ട കാര്യമുണ്ടോ? എനിക്ക് മനസ്സിലായി, ഞാൻ പോവാണ്. ഇതിനൊക്കെ എത്ര അത് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോയത്, ഇതിന് എത്ര സത്യം ചെയ്ത് പറയേണ്ട കാര്യമുണ്ടോ? ആകാശഭൂമിയുടെ റബ്ബിനെ തന്നെയാണ് സത്യം. എനിക്കത് ഉറപ്പാണല്ലോ, എന്തിനാ അല്ലാഹു ഇങ്ങനെയൊക്കെ സത്യം ചെയ്തതാവോ എന്ന് പറഞ്ഞ് ഞാൻ എഴുന്നേറ്റ് പോയി. സുബ്ഹാനല്ലാഹ്. ഇബ്നു അബ്ബാസ് പറഞ്ഞു, ഫഖഹൽ അറാബി, അറാബിക്ക് ദീൻ മനസ്സിലായിട്ടുണ്ടെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല. നമുക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ ടെൻഷൻ അടിക്കുകയാണ്, പഠിച്ചവനെ ജോലി കിട്ടുമോ, വിസ പോയി അടുത്തത് കിട്ടുമോ, പഠിച്ച തമ്പുരാനെ എന്താണ് കച്ചവടം മോശത്തിനാണ്, ശരിയായി വരുമോ, അല്ലാഹുവേ എന്തായിരിക്കും എന്റെ നാളെ, എന്റെ വീട് പണി തീരോ, എന്റെ മക്കളെ കെട്ടിക്കാൻ പറ്റുമോ, എനിക്ക് കച്ചവടം ഉണ്ടോ, ജോലി ഉണ്ടോ, ടെൻഷൻ അടിക്കുകയാണ്. പറഞ്ഞു, ഞാൻ പറഞ്ഞു, നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയാ, അല്ലാഹു തീരുമാനിച്ചു വെച്ച വിഷയമാണ് റിസ്കെങ്കിൽ ഞാൻ പിന്നെ എന്തിനെ അതിനെ സംബന്ധിച്ച് ടെൻഷൻ അടിക്കണം? അതുകൊണ്ട് അസൂയന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ മാറ്റിവെച്ചു. മഹാനായ ശഖീഖുൽ ബൽഖി തന്റെ അരുമ ശിഷ്യനോട് ചോദിച്ചു, പഠിച്ചെടുത്ത 8 എണ്ണത്തിൽ 3 എണ്ണം കൂടെ ബാക്കിയുണ്ട്, 6ഉം 7ഉം 8ഉം കൂടെ പറഞ്ഞു തരണം. ആറാമത്തേത് ഞാൻ പഠിച്ചെടുത്തത്, ഇത് ഒരു മുസ്ലിമിന് ജീവിതകാലം മുഴുവൻ ഖുർആൻ ഓതിയാൽ മനസ്സിലാക്കിയെടുക്കുന്ന സത്തകളാണ്. ജീവിതം ശരിപ്പെടുത്തിയെടുക്കാനും സന്തോഷം ലഭിക്കാനും ഈ 8 ഗുണങ്ങൾക്കപ്പുറം പിന്നെ വേണ്ട. ആറാമത്തേത് ഞാൻ മനുഷ്യരിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ചില ആളുകളെ ആക്രമിക്കുന്നുണ്ട്, അക്രമം ചെയ്യുന്നുണ്ട്. അത് ഇമോഷണൽ ബുള്ളിങ്, ഫിസിക്കൽ ബുള്ളിങ്, കൾച്ചറൽ ബുള്ളിങ്. ഇങ്ങനെ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യനെ വെല്ലുവിളിച്ചുകൊണ്ടും മനുഷ്യരെ പ്രയാസപ്പെടുത്തിയും ജീവിക്കുന്നുണ്ട്. ചിലരോട് യുദ്ധം പോലും ചെയ്യുന്നുണ്ട്. മനുഷ്യന്മാരുടെ മനസ്സുകൾക്കിടയിൽ ശത്രുത കാണുന്നുണ്ട്. ശത്രുത ഭയങ്കര അസുഖമാണ്. ചില ആളുകൾക്ക് അങ്ങനെ ഒരു അസുഖം തന്നെ ഹൃദയത്തിലേക്ക് വന്നിട്ടുണ്ടാവും. ബാക്കിയുള്ളവരൊക്കെ ശത്രുക്കളാണ്, നമ്മൾ മാത്രം സ്വന്തക്കാർ, ബാക്കിയൊക്കെ ശത്രുക്കൾ. അങ്ങനല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി വിശ്വസിക്കുന്ന സർവ്വ മനുഷ്യരും ഒന്നാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ദീൻ. നല്ല ദീനിന്റെ ആശയം.
ശത്രുത അങ്ങേയറ്റം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. സമൂഹത്തിൽ ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക. ഇന്റലക്ച്വൽ എക്സർസൈസ്, ബുദ്ധിപരമായ അഭ്യാസങ്ങൾ നടത്തുന്ന, ബുദ്ധിപരമായ ചർച്ചകൾ നടക്കുന്ന സമൂഹത്തിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും. അതിന്റെ പേരിലൊക്കെ ശത്രുക്കളായി തമ്മിൽ തല്ലി മരിക്കാനാണോ? സൃഷ്ടികളിലേക്ക് ഞാൻ നോക്കുമ്പോൾ ചിലരെ ആക്രമിക്കുന്നുണ്ട്, ചിലരോട് യുദ്ധം ചെയ്യുന്നതും ഞാൻ കണ്ടു. ശിഷ്യൻ തന്റെ ഗുരുവിനോട് ഷഖീഖുൽ ബൽഖിയോട് പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ നേരം അല്ലാഹുവിന്റെ വചനം ഒന്ന് ആലോചിച്ചു പോയി. الشيطان لكم عدو فاتخذوه عدوا. سورة فاطر. إن الشيطان لكم عدو فاتخذوه عدوا. നിങ്ങളുടെ മനസ്സുകൾക്കിടയിൽ ശത്രുതയുണ്ടാക്കാൻ പിശാച് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോ ശത്രുത പിശാചിന്റേതാണ്, ശത്രുതയുണ്ടാക്കുന്നത് പിശാചാണ്. ശത്രുതയുണ്ടാവാൻ വേണ്ടി പ്രസംഗിക്കുന്നതും പിശാചിന്റെ പണിയാണ്. ശത്രുതയുണ്ടാക്കുന്ന പോസ്റ്റുകൾ, കമന്റുകൾ എഴുതി വിടുന്നതും പിശാചിന്റെ പണിയാണ്. മനുഷ്യനെ തമ്മിലടിക്കുന്ന ചിന്തകൾ ഉണ്ടാക്കുന്നതും പിശാചാണ്. അതുകൊണ്ട് ശത്രുത വരുത്തുന്ന പിശാചിനെ നിങ്ങൾ ശത്രുവായി തന്നെ ഗണിക്കണേ എന്ന അല്ലാഹുവിന്റെ സൂറത്തു ഫാത്തിറിന്റെ ആയത്ത് ഞാൻ ഇങ്ങനെ പരിശോധിച്ചു നോക്കുമ്പോൾ ഞാൻ പിശാചിനോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. എന്റെ ശത്രുത പിശാചിനോട് മാത്രം. ശത്രുത വെക്കുന്ന ആളുകളോട് അവർ പിശാചിനാൽ പ്രേരിതരാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് ശത്രുതക്ക് ഞാൻ നിന്നുകൊടുത്തില്ല, ശത്രുത ഉണ്ടാക്കാൻ നിന്നുകൊടുത്തില്ല, സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ നിന്നുകൊടുത്തില്ല. ഈ സമൂഹത്തിന്റെ വാക്കുകളെ ഭിന്നിപ്പിക്കാനോ ഈ സമൂഹത്തിന്റെ ശബ്ദം ഭിന്നിപ്പിക്കാനോ ഞാൻ കൂട്ടുനിന്നില്ല. ബൽഖിയോട് പറയുന്നു, സമൂഹത്തിൽ ശത്രുതയല്ലല്ലോ വേണ്ടത്, ശത്രുത പിശാച് തന്നെ ചെയ്യുന്നില്ലേ? മനുഷ്യരെ ശത്രുവായി കാണല്ലേ, മനുഷ്യരെ ശത്രുവായി കാണല്ലേ. പിശാചാണ് ശത്രു. അതുകൊണ്ട് ശത്രുത പിശാചിന്റേതാണ്, പിശാചാണ് നമ്മുടെ ശത്രു. അതുകൊണ്ട് ഞാൻ മനുഷ്യരിൽ ആരോടും ദേഷ്യപ്പെടാൻ പോയില്ല, മനുഷ്യരിൽ ആരോടും ഞാൻ ശത്രുത വെക്കാൻ പോയില്ല. മനസ്സ് ശുദ്ധമാക്കി. മനസ്സ് ശുദ്ധമാണ് വലിയ വിഷയമാണ്, വലിയ വിഷയമാണ്. അത് പണ്ഡിതന്മാർ മുതൽ താലിമീങ്ങൾ മുതൽ സാധാരണക്കാർ മുതൽ ഇങ്ങോട്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന കുറെ അഴുക്കുകൾ ശുദ്ധിയാക്കി എടുക്കാനുണ്ട്. അഴുക്കുണ്ടെന്ന് മുഖം പറയുന്നുണ്ട്, അഴുക്കുകളുണ്ടെന്ന് കർമ്മങ്ങൾ പറയുന്നുണ്ട്, അഴുക്കുകളുണ്ടെന്ന് വാക്കുകൾ എന്ന് മനസ്സിലാവുന്നുണ്ട്, അഴുക്ക് ഹൃദയത്തിലുണ്ടെന്ന് പദപ്രയോഗങ്ങൾ എന്ന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് കുടുംബത്തിൽ ശത്രുതയുണ്ടാവില്ലേ, ബന്ധുക്കളിൽ ശത്രുതയുണ്ടാവില്ലേ, സുഹൃത്തുക്കളിൽ സമൂഹത്തിൽ ശത്രുതയുണ്ടാവില്ലേ. പിശാചാണ് ശത്രു, മനുഷ്യരെ ശത്രുവാക്കില്ലേ. മനുഷ്യരെ മിത്രങ്ങളാണ്, നന്മ ഉപദേശിക്കുകയും നന്മ പറഞ്ഞു കൊടുക്കുകയും ചെയ്ത് ജീവിക്കേണ്ടവർ. അതുകൊണ്ട് ഷഖീഖുൽ ബൽഖി ജീവിതത്തിൽ എനിക്ക് ഒരു ശത്രുവേ ഉണ്ടായിട്ടുള്ളൂ, അത് പിശാചായിരുന്നു. മനുഷ്യരോട് ഞാൻ ശത്രുത വെച്ചിട്ടില്ല. കാരണം എന്താ അറിയോ? പിശാച് നിങ്ങളുടെ ശത്രുവാണ്. അതുകൊണ്ട് പിശാചിന് ശത്രുവായി പ്രഖ്യാപിച്ചോളൂ. അതുകൊണ്ട് ഉമ്മമാരെ, നാവുകളിൽ നിന്ന് ഒരു അന്യ സഹോദരിയെ, ഒരു സഹോദരനെ, ഒരു ബന്ധുവിനെ, തന്റെ മിത്രത്തെ വേദനിപ്പിക്കുന്ന വാക്കുകൾ നാവുകൊണ്ട് പറയല്ലേ. ഒരാൾക്ക് വേദന തോന്നുന്ന വാക്ക് പറയല്ലേ. എങ്ങനെ അറിയാം? ആ വാക്ക് എന്നോടൊരാൾ പറഞ്ഞാൽ എനിക്ക് വിഷമുണ്ടാകുമോ? ആ വാക്ക് എന്നോടൊരാൾ പറഞ്ഞാൽ എനിക്ക് വേദനിക്കുമോ? എങ്കിൽ ഞാനത് മറ്റൊരാളോട് പറയാൻ പാടില്ല. വീടുകൾ
വീടുകളിൽ അച്ചടക്കത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ ജീവിക്കേണ്ടവർ, ഭർത്താവിനെ സ്നേഹിച്ചു കഴിയേണ്ട ഭാര്യമാരെ സംരക്ഷിച്ചു കഴിയേണ്ട ഭർത്താക്കന്മാർ, സ്നേഹം അതുപോലെ ബഹുമാനം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറേണ്ട കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി പോകല്ലേ. വാക്കുകളെ കൊണ്ട് ഫിത്ന ഉണ്ടാവല്ലേ, ഫസാദുകൾ ഉണ്ടാവല്ലേ, ഫിത്നകളും ഫസാദുകളും വരല്ലേ, ഫിത്നകളും ഫസാദുകളും ഉണ്ടാക്കല്ലേ. ഫിത്ന ഉണ്ടാക്കാൻ എത്ര എളുപ്പമാണ്, അതിന് വല്ല പണിയുണ്ടോ? ഫിത്ന ഉണ്ടാക്കാൻ എത്ര എളുപ്പമാണ്, തീർക്കാൻ എളുപ്പമാണോ? ഭിന്നിപ്പുണ്ടായതൊക്കെ ഒരിക്കൽ പോലും തീർക്കാൻ കഴിയാതെ ഇന്നും കുഴങ്ങുന്നില്ലേ നമ്മുടെ സമൂഹം? ഭിന്നിപ്പുണ്ടാകാൻ എളുപ്പമാണ്, ഉണ്ടാക്കിയ ആളുകൾക്ക് അത് എളുപ്പമാണ്. പക്ഷേ അത് തിരുത്താൻ ഒരുപാട് കാലമെടുക്കും, ഒരുപാട് ഇതിന് നഷ്ടം സഹിക്കേണ്ടി വരും. ഈ സമൂഹം നഷ്ടം സഹിച്ചില്ലേ, സഹിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? അതുകൊണ്ട് നിങ്ങൾ പരസ്പരം ശത്രുത വെക്കലിൻ, നിങ്ങൾ പരസ്പരം ദേഷ്യപ്പെടലിൻ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണെന്നറിയോ? ഹൃദയം ശുദ്ധിയാവും, ഖൽബ് ശുദ്ധിയാവും, ഖൽബ് ശുദ്ധിയാവും. അല്ലാഹു ശുദ്ധിയാക്കി തരട്ടെ. എത്രയോ വാക്കുകളുണ്ട്. ഇന്നൽ മർഅ യതകല്ലമു മിൻ സഖത്തില്ലാഹ് ലാ യുൽഖി ലഹാ ബാലാ. എത്രയോ ആളുകളുണ്ട് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു വാക്ക് ഇങ്ങനെ പറയും. ലാ യുൽഖി ലഹാ ബാലാ, നെവർ മൈൻഡ്, അല്ലേ? മൈൻഡ് പോലും ചെയ്യാതെ ചില വാക്ക് ഇങ്ങനെ ചില ആളുകൾ ഇങ്ങനെ പറയും. ലാ യുൽഖി ലഹാ ബാലാ, അതിലെന്താ, അതിലൊരു പ്രശ്നമില്ലല്ലോ എന്ന് പറയും. يهوي بها 70 خريفا في نار جهنم. പറഞ്ഞു പോയൊരു വാക്കുകൊണ്ട് നരകത്തിലേക്ക് 70ഓളം വർഷം അതിന്റെ ആഴത്തിലേക്ക് വീണുകൊണ്ടിരിക്കും. ചില പ്രയാസപ്പെടുത്തുന്ന വാക്കുകൾ, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത വാക്കുകൾ, അല്ലാഹു വെറുക്കുന്ന വാക്കുകൾ പറഞ്ഞാൽ നരകത്തിലേക്ക് 70ഓളം വർഷം ആഴത്തിൽ വീഴുമാ. അല്ലാഹു നരകത്തിലേക്ക് അവരെ ആപ്പതിക്കുമെന്ന് പരിശുദ്ധ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴും ശ്രദ്ധിക്കുക, ഞാൻ ഈ പറയുന്ന വാക്ക് എങ്ങനെയാണ്. മുനാഫിഖിനെ സംബന്ധിച്ച് നബിതങ്ങൾ പറഞ്ഞു, ഖൽബുഹു വറാഅ ലിസാനിഹി. മുനാഫിഖിന്റെ ഹൃദയം നാവിന്റെ ബാക്കിലാണ്, മുഅ്മിന്റെ ഹൃദയം നാവിന്റെ മുമ്പിലാണ്. നാവ് കൊണ്ട് പറയുന്നതിന്റെ മുമ്പ് ആലോചിക്കും, ഞാൻ ഈ പറയുന്നത് ശരിയാണോ അല്ലയോ. അതാ മുഅ്മിന്റെ. മറ്റേത് ആദ്യം പറയും, പിന്നെ 10 സമയം വിളിച്ചിട്ട് പറയും ഞാൻ ആ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇന്നതാണ്. അതല്ല, മുഅ്മിൻ അങ്ങനെയല്ല. ആദ്യം ചിന്തിച്ചിട്ട് പറയും, ആദ്യം ചിന്തിക്ക് എന്നിട്ട് പറയും. അതുകൊണ്ട് സഹോദരിമാരെ എന്നാൽ സ്വന്തം ശരീരത്തോട് വസിയത്ത് ചെയ്യട്ടെ. നമ്മുടെ നാവുകളിൽ നിന്ന് വേദനിപ്പിക്കുന്ന വാക്കുകൾ വീടുകളിൽ ഉയരല്ലേ. വാപ്പയോട് മക്കളോട് വാപ്പയോ പറയല്ലേ. വേദനിപ്പിക്കുന്നതൊന്നും ശത്രുത വരില്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു മകൻ വാപ്പയെ കുറിച്ച് കംപ്ലൈന്റ് പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലേ, എന്റെ വാപ്പ എന്റെ പൈസ എല്ലാം തട്ടിയെടുത്തു. മക്കളെ കൊള്ളടിക്കുന്ന വാപ്പമാരുണ്ടാവും ചിലപ്പോ. വാപ്പാന്റെ മുതൽ, മകന്റെ മുതൽ വാപ്പ എടുത്തു. ഇതാ കംപ്ലൈന്റ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കോടതിയിൽ വന്നിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജഡ്ജാണ്, വിധി പറയണം. മസല എന്താണെന്നറിയോ? ഒരു മകനുള്ള മകന്റെ ആകെയുള്ള ക്യാപിറ്റൽ, മകന്റെ അടുത്ത് ആകെ 1000 രൂപയുള്ളൂ. ആ 1000 രൂപ വാപ്പ എടുത്തു. ഇത് വാപ്പ ചെയ്യാൻ പാടില്ല. മകന് ഒരുപാട് പൈസ ഉണ്ട് ജീവിക്കാൻ, അതിൽ നിന്ന് ഒരൽപ്പം വാപ്പ എടുത്തു. അതിനെ കുറിച്ചാണ് ചർച്ച കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാപ്പയുടെയും മകന്റെയും ഇടയിൽ മസ്ലഹത്ത് ഉണ്ടാക്കുന്നത് കാണണം. ലോക പ്രസിദ്ധമായ ഹദീസല്ലേ ഇത്. എന്താ നബി തങ്ങളുടെ മറുപടി എന്നറിയോ? വാപ്പയെ സംബന്ധിച്ച് പരാതി പറയാൻ വന്ന മകനോട് അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, മോനെ, അൻത വമാലുക ലി അബീക, നീയും നിന്റെ സമ്പത്തും നിന്റെ വാപ്പാക്ക് ഉടമസ്ഥപ്പെട്ടതാണല്ലോ. നീയും നിന്റെ സമ്പത്തും വാപ്പാക്കുള്ളതാണ്. പിന്നെന്താ? അപ്പയെ പറ്റി പരാതി പറയല്ലേ. അപ്പാക്ക് പുറത്തു കൊടുക്ക്, അപ്പാക്ക് മാപ്പ് ചെയ്ത് കൊടുക്ക്. നീയും നിന്റെ സമ്പത്തും വാപ്പാക്കുള്ളതാണ്. വിവിധങ്ങൾ വാപ്പമാരോട് പറഞ്ഞു, വാപ്പമാരെ, മക്കളുടെ സമ്പത്ത് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യമുള്ളതല്ലാതെ ധൂർത്ത് ചെയ്ത് മക്കളുടെ സമ്പത്ത് നിങ്ങൾ നശിപ്പിക്കരുത് കേട്ടോ. വാപ്പമാരോട്, മക്കളോട് പറയാ, വാപ്പ എടുക്കുന്നതിന് വാപ്പയെ നീ പഴിചാരല്ലേ, വാപ്പയെ കുറ്റപ്പെടുത്തല്ലേ. നിന്റെ ജന്മത്തിന്റെ കാരണം നിന്റെ വാപ്പയല്ലേ, അല്ലേ? നിന്റെ അസ്തിത്വത്തിന് കാരണം നിന്റെ വാപ്പയല്ലേ. അതുകൊണ്ട് അൻത
സമ്പത്തും ലിഅബീക നിന്റെ വാപ്പാക്കുള്ളതാണ്. നീയും നിന്റെ സമ്പത്തും വാപ്പയുടെ ഉടമസ്ഥതയിലുള്ളതാണല്ലോ, അത് വാപ്പാക്കുള്ളതാണല്ലോ. നമ്മൾ ആധാരത്തിൽ നോക്കുക അല്ലെ, ആധാര ആരുടെ പേരിലാണ്? എന്തൊരു കാലം! ശറഅ ഒരു ഭാഗത്ത്, നമ്മളൊരു ഭാഗത്ത്. ശറഅ പറയാ നീയും നിന്റെ വാപ്പയും നീയും നിന്റെ സമ്പത്തും നിന്റെ വാപ്പാക്കുള്ളത്, നിന്റെ പിതാവിനുള്ളത്. മഹദി ഹിന്ദ് റളിയല്ലാഹു അൻഹ നബി തങ്ങളുടെ മുമ്പിൽ പരാതിയുമായി വന്നു. അബൂ സുഫിയാൻ എന്നവരെ കുറിച്ച്, ഭർത്താവിനെ കുറിച്ച്. അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു കാന ശഹീഹൻ, കുറച്ചൊക്കെ പിശുക്കുണ്ടായിരുന്നു. അപ്പൊ ഹിന്ദ് റളിയല്ലാഹു അൻഹ മുസ്ലിമായി, മുസ്ലിമത്താണ്. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ ഷഹാദത്തിന്റെ ചരിത്രമൊക്കെ അറിയാമല്ലോ. അങ്ങനെ കരൾ കടിച്ചു കീറിയ പെണ്ണായിരുന്നെങ്കിൽ പോലും അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമ ചൊല്ലാൻ ഭാഗ്യം കൊടുത്തു. മുസ്ലിമത്താണ് അവർ. നബിയേ ഇന്ന സൗജി അബൂ സുഫിയാൻ, എന്റെ ഭർത്താവ് അബൂ സുഫിയാൻ ബഖീലുൻ, പിശുക്കനാണ്. ലാ യസ്രിഫു അലയ്യ വഅലാ ഔലാദി, എനിക്കോ എന്റെ മക്കൾക്കോ ആവശ്യമായ സമ്പത്ത് എന്റെ ഭർത്താവ് തരുന്നില്ല. നബിയെ ഞാൻ എന്ത് ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിധി കൽപ്പിക്കാൻ പോകുന്നത് ഭർത്താവിന്റെ സമ്മതമില്ലാതെ അര ഫിൽസ് പോലും എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ശരീഅത്ത് ഇവിടെ ഇടപെടുകയാണ് ഒരു പെണ്ണിന്റെ വിഷയത്തിൽ. നബി തങ്ങൾ പറഞ്ഞു, ഹിന്ദേ നിങ്ങൾക്ക് ഖുദീ മിൻ മാലിഹി മാ യക്ഫീകി വഇയാലികി, നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും അത്യാവശ്യമായി വേണ്ടത് എത്രയാണോ അത് മാത്രം നിങ്ങൾക്ക് എടുക്കാം. അതിന് ഭർത്താവിന്റെ സമ്മതത്തിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് അത്യാവശ്യത്തിന് സർവൈവൽ, മിനിമം സർവൈവലിന് എന്തൊക്കെ ആവശ്യമാണോ അതിലേറെ എടുക്കരുത്, ഭർത്താവിന്റെ സമ്മതമില്ലാതെ എടുക്കല്ലേ. മഹാനായ അനസ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഒരു പെണ്ണ് വന്ന് പറഞ്ഞു, നബിയെ എന്റെ ഭർത്താവ് കച്ചവടത്തിന് പോയ ആളാണ്, ദൂരേക്ക് എവിടെയോ പോയതാണ്. പോകുമ്പോൾ ഭർത്താവിനോട് ഒരു കാര്യം പറഞ്ഞു, വീട് വിട്ട് നീ പോകരുത്, പുറത്തു പോകരുത്. അങ്ങനെ പറഞ്ഞു, വീട് വിട്ട് നീ പോകരുത്. എന്റെ വാപ്പ പനി പിടിച്ച് കിടക്കുകയാണ് നബിയെ, വാപ്പ മരിയതാണ്, രോഗിയാണ്. ഞാൻ വാപ്പയെ പോയി ഞാൻ വാപ്പയെ പോയി ഒന്ന് കാണട്ടെ നബിയെ എന്ന് ചോദിക്കാം. ഭർത്താവ് എന്താ പറഞ്ഞത്? വീട് വിട്ട് ഇറങ്ങരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പെണ്ണേ ഇസ്മഈ ഇത്തഖില്ലാഹ വഅതീഇ സൗജകി, ഇത്തഖില്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കിൻ പെണ്ണേ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കിൻ പെണ്ണേ. വഅതീഇ സൗജകി, ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? പോണ്ട. ഒരു ഭർത്താവ് അങ്ങനെ പറയാമായിരുന്നോ? അയാൾ പറഞ്ഞു, എന്ത് ചെയ്യും? അങ്ങനെ പറയരുത്. അത്യാവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പോവേണ്ട ഘട്ടങ്ങൾ വരുമ്പോ നിനക്ക് പോവേണ്ട ആ സാഹചര്യങ്ങൾ നിനക്ക് പോകാം എന്ന് പറയേണ്ട ഭർത്താവ് അങ്ങനെ പറഞ്ഞില്ല. അയാൾ എന്ത് ചെയ്തു? നീ പുറത്തു പോകരുതെന്ന് പറഞ്ഞു. റസൂലുള്ളാഹിന്റെ മറുപടി എന്താ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിനെ സൂക്ഷിക്കിൻ മോളെ, നിങ്ങൾ ഭർത്താവ് പറഞ്ഞതനുസരിച്ച് ജീവിക്കിൻ. ആയിക്കോട്ടെ നബി, ഞാൻ പോണില്ല. അതാണ് അന്നത്തെ പെണ്ണുങ്ങള്. നമ്മളപ്പം പറയാം, ആ സ്ഥലത്ത് പോയില്ല, നമ്മൾ വേറെ ഫത്വ കിട്ടോ നോക്കാം, വേറെ പോവാ അല്ലേ. വാപ്പ മരിച്ചെന്ന് വിവരം വന്നു, വാപ്പ മരിച്ചു. ഇതേ പെണ്ണ് ഓടി വന്നു. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. അവർ വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ് തുഫിയ വാലിദി, രോഗമായി കിടന്ന വാപ്പ മരിച്ചു പോയിട്ടുണ്ട് നബിയെ. അഫലാ അഹ്ദുറു ജനാസതുഹു, വാപ്പയുടെ ജനാസ ഞാനൊന്ന് കാണാൻ പോകട്ടെയോ? ഭർത്താവ് പറഞ്ഞു, വീട്ടിൽ നിന്ന് ഇറങ്ങരുത്, യാത്ര പോയതാണ്. എന്നാണ് ഭർത്താവ് തിരിച്ചു വരിക എന്നറിയില്ല. വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകരുതെന്ന് പറഞ്ഞു. വാപ്പയെ കാണാൻ എനിക്ക് പോകാൻ കൊതിയാകുന്നു, പോകട്ടെയോ നബിയെ എന്ന് ചോദിച്ചപ്പോൾ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ മോളെ, ഭർത്താവിനെ അനുസരിച്ചേക്കണം. رضيت بالله وبرسوله قسمة وحظا, ഞാൻ പൊരുത്തപ്പെട്ടു നബിയെ, എനിക്ക് പ്രശ്നമല്ല നബിയെ എന്ന് തിരിച്ചു പോകുന്ന പെണ്ണ്. ഇത് നമ്മുടെ നാട്ടിലാണെങ്കിൽ എത്ര വലിയ കുഴപ്പമായിട്ടുണ്ടാവും, എത്ര വലിയ ഫിത്നയായിട്ടുണ്ടാവും. ആയിക്കോട്ടെ നബി, അള്ളാഹിന്റെ നിയമം അതാണോ? ആയിക്കോട്ടെ, എനിക്കത് മതി, ഞാൻ സമ്മതിച്ചു നബിയെ. അള്ളാഹുവിന്റെ നിയമം അതാണോ? എനിക്ക് പൊരുത്തമാണ് നബിയെ.
ഇത്തഖില്ലാഹ വഅത്വീഇ സൗജകി. വേദനിപ്പിക്കുന്ന വാക്കുകൾ പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരോടും പറയില്ലേ. അയ്യമംറഅത്തിൻ, പെണ്ണുങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ എത്ര എളുപ്പമാണ്, ആണുങ്ങൾക്ക് അത്ര എളുപ്പമല്ല. വ്യത്യാസം. ആണും പെണ്ണും ഒന്നാന്ന് പറയാൻ നിൽക്കണ്ടേ. നിങ്ങൾക്ക് കുറെ ആനുകൂല്യങ്ങളുണ്ട്, കുറെ ആനുകൂല്യങ്ങൾ. അതൊന്നും പുരുഷന്മാർക്കില്ല. പുരുഷന്മാർക്ക് ഇസ്ലാമിക ലോകത്തൊരു യുദ്ധം വന്നാൽ യുദ്ധത്തിനിറങ്ങൽ പുരുഷന്റെ ചോയ്സ് അല്ല. പോയേ പറ്റൂ, യുദ്ധത്തിൽ ഇറങ്ങിയേ പറ്റൂ. യുദ്ധം നിർബന്ധമാണ്. ആവശ്യമെങ്കിൽ ജിഹാദിന് പോവേണ്ട ഘട്ടം വന്നാൽ മുസ്ലിമീങ്ങൾ ഇറങ്ങിക്കൊള്ളണം. പെണ്ണുങ്ങൾ പോണോ? വേണ്ട. പുരുഷന്മാർ ജുമുഅ ജമാഅത്തുകളിലേക്ക് എത്തണം. മുഅക്കദും പ്രബലവുമായ അഭിപ്രായം ഉലമാ രേഖപ്പെടുത്തിയത്. ചില ആളുകളൊക്കെ നിർബന്ധം എന്ന് തന്നെ പറഞ്ഞു. പെണ്ണുങ്ങൾക്ക് വേണോ? വേണ്ട. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ത്യാഗം ചെയ്യേണ്ട പുരുഷന്മാർ, പെണ്ണുങ്ങളോ? വേണ്ട.